നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഒരു യുദ്ധത്തിന്റെ കെടുതി കൂടി വീണ്ടും മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലും അമേരിക്കയും നടത്തിയ സംയുക്ത ആക്രമണം, ഇറാനിലേക്ക് നടത്തിയ സംയുക്ത ആക്രമണം അവരുടെ പരമോന്നത നേതാവിനെ തന്നെ യുദ്ധത്തിന്റെ ആദ്യ ദിവസം, ആദ്യ മണിക്കൂറുകളിൽ ബാധിക്കുന്നു. അതിനെ തുടർന്നുള്ള ഏറ്റുമുട്ടലുകൾ തുടരുകയാണ്. പശ്ചിമേഷ്യ ആകെ കലുഷിതമാണ്. ഗൾഫ് മേഖലയിലേക്കൊക്കെയുള്ള ഇറാന്റെ പ്രതികാര നടപടികൾ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഈ യുദ്ധം നീണ്ടുപോകും എന്ന സൂചനകൾ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകുന്നു. നമുക്കറിയാം, ഒരു യുദ്ധവും നല്ലതൊന്നും ബാക്കി വെക്കില്ല. ഇറാനിലും ആക്രമണം തുടങ്ങുന്ന ആദ്യ ദിവസങ്ങളിൽ തന്നെ പുറത്തു വന്നത് വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ്. പിഞ്ചു കുഞ്ഞുങ്ങൾ അതിന് ഇരയാകുന്നത് നമ്മൾ കണ്ടതാണ്. ആ കുട്ടികളുടെ മരണം യുദ്ധം എന്തിന് എന്ന ചോദ്യം എല്ലായിടത്തെയും പോലെ അവശേഷിപ്പിക്കുന്നതാണ്. ഏറ്റവും വലിയ കെടുതികൾ യുദ്ധത്തിൻ്റേത് അനുഭവിക്കുന്നത് സ്ത്രീകളും കുട്ടികളുമാണ്. അതുതന്നെയാണ് നമ്മൾ ഈ ആദ്യ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ യുദ്ധം തുടരും എന്നതിൻ്റെ സൂചനകൾ വരുന്നു. ഏറ്റവും ഒടുവിൽ നെതന്യാഹുവിന് എന്ത് സംഭവിച്ചു എന്ന ചോദ്യത്തിൽ വരെ എത്തി നിൽക്കുകയാണ് മൂന്നാം ദിനം. ഈ യുദ്ധത്തിൻ്റെ സാഹചര്യം നമ്മൾ വിശദമായി തന്നെ പരിശോധിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇറാന് നേരെ US ഇസ്രായേൽ സംയുക്ത ആക്രമണം മൂന്നാം ദിവസത്തിലേക്ക് കടക്കുന്നു. ഇറാനെതിരെ ആക്രമണം ശക്തമാക്കുകയാണ് അമേരിക്ക. ഇറാനെതിരായ സൈനിക നടപടി നീളുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ വ്യക്തമാക്കിയ സാഹചര്യമാണ് നമ്മൾ ഇന്ന് കണ്ടത്. നടപടി 4 ആഴ്ച വരെ നീണ്ടേക്കാം എന്നതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയത്. ഇറാൻ വലിയ രാഷ്ട്രമായതിനാൽ സമയമെടുക്കുമെന്നതാണ് ട്രംപ് ചൂണ്ടിക്കാട്ടിയത്. അതായത് ഈ യുദ്ധം ഉടൻ അവസാനിക്കാൻ പോകുന്നില്ല എന്നതിന്റെ വലിയ സന്ദേശമാണ് ഇന്ന് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇതിനിടെ ഇറാനെതിരായ സൈനിക നടപടിയുടെ ദൃശ്യങ്ങൾ അമേരിക്കൻ സേന പുറത്തുവിട്ടതും നമ്മൾ കണ്ടു. B-2B ബോംബർ ഉപയോഗിച്ച് ഇറാനെതിരെ സൈനിക ശേഖരം തകർക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് അമേരിക്ക പുറത്തുവിട്ടത്. അമേരിക്കയുമായി യാതൊരുവിധ ചർച്ചകൾക്കും തയ്യാറല്ല എന്നതാണ് മൂന്നാം ദിവസവും ഇറാൻ വ്യക്തമാക്കുന്നത്. തിരിച്ചടി തുടരുകയാണ് ഇറാൻ. ഒമാൻ ഉൾപ്പെടെ ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് ഇറാൻ ആക്രമണം കടുപ്പിച്ചിരിക്കുന്നു. ഒമാൻ തീരത്ത് സുൽത്താൻ ഖാബൂസ് തുറമുഖത്തിന് സമീപം കപ്പലിന് നേരെ ഇറാന്റെ കനത്ത ആക്രമണമുണ്ടായി. സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോൺ ബോട്ട് ഉപയോഗിച്ച് ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഇന്ത്യക്കാരനടക്കം കൊല്ലപ്പെട്ടു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. ആക്രമണത്തെ തുടർന്ന് കപ്പലിന് തീപിടിക്കുകയും വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ആക്രമണ സമയത്ത് കപ്പലിൽ 16 ഇന്ത്യക്കാരാണ് ഉണ്ടായിരുന്നതെന്നാണ് വിവരം. ഇതിൽ ഒരാളാണ് കൊല്ലപ്പെട്ടത്. ഒരു ഇന്ത്യക്കാരന്റെ മരണം സംഭവിച്ചിരിക്കുന്നു എന്നത് നമ്മളെ സംബന്ധിച്ച് വലിയ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കപ്പലിൽ തീ പടർന്നതിനെ തുടർന്ന് ജീവനക്കാരെ അടിയന്തരമായി ഒഴിപ്പിച്ചു. പരിക്കേറ്റവരെ കുറിച്ചോ കൊല്ലപ്പെട്ട ആളുകളെ കുറിച്ചോ ഉള്ള കൂടുതൽ ഔദ്യോഗിക വിവരങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല. ഒമാൻ നാവികസേനയുടെ സഹായത്തോടെയാണ് രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒമാൻ തീരത്തുണ്ടായ ഈ നീക്കം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. കടലാക്രമണം അങ്ങനെ ഇസ്രായേൽ വ്യാപിപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. സൗദി അറേബ്യയുടെ ദേശീയ എണ്ണ കമ്പനിയായ അരാംകോയുടെ റാസ് താനൂറ റിഫൈനറിക്ക് ഇറാന്റെ ഡ്രോൺ ആക്രമണത്തിൽ കേടുപാട് സംഭവിച്ചു. റിഫൈനറി കോംപ്ലക്സ് അടച്ചിട്ടിരിക്കുകയാണ്. ഇതോടെ മധ്യേഷ്യയിലെ ഏറ്റവും വലിയ റിഫൈനറികളിൽ ഒന്നാണിത്. പ്രതിദിനം 5.50 ലക്ഷം ബാരലാണ് സംസ്കരണ ശേഷിയുള്ളത്. അബുദാബി, ദുബായ്, ദോഹ, മനാമ തുടങ്ങി GCC രാഷ്ട്രങ്ങളിലെ സുപ്രധാന കേന്ദ്രങ്ങളെ എല്ലാം മുന്നമിട്ടുകൊണ്ട് ഇറാൻ ആക്രമണം നടത്തുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പശ്ചാത്തലം എന്ന് പറയുന്നത് നമ്മളെ, പ്രത്യേകിച്ച് ഇന്ത്യ എന്ന രാഷ്ട്രത്തെ വലിയ രീതിയിൽ ബാധിക്കുന്നതാണ്. 1 കോടിയോളം വരുന്ന പ്രവാസികൾ നമുക്ക് ആ മേഖലകളിലുണ്ട്. വലിയ ആശങ്കയാണ് ഇതോടെ ഉടലെടുക്കുന്നത്. അപ്പോൾ ആക്രമണം വലിയ തോതിൽ, പ്രത്യാക്രമണം എന്ന് ഇറാൻ പറയുന്ന ആ ആക്രമണം വലിയ തോതിൽ ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം അത് ഇസ്രായേലിൽ നെതന്യാഹുവിന്റെ ഓഫീസിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയെന്നതാണ്. ഇറാന്റെ വലിയ അവകാശവാദമാണ്. ഇസ്രായേലിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് ആക്രമിച്ചിരിക്കുന്നു എന്നത്. അവിടെ ബെഞ്ചമിൻ നെതന്യാഹുവിന് എന്ത് സംഭവിച്ചു എന്നതിൽ വലിയ സസ്പെൻസ് ഇപ്പോഴും തുടരുന്നു എന്നതാണ് ഇറാൻ അവകാശപ്പെടുന്നത്. അത് സ്ഥിരീകരിക്കാറായിട്ടില്ല എന്നൊരു അവകാശവാദമാണ് ഇറാന്റെ ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ സംഘർഷ സാഹചര്യത്തിലൂടെ പശ്ചിമേഷ്യ കടന്നു പോവുകയാണ്. ഈ അവസരത്തിൽ നമുക്കൊപ്പം മനു ഭരത് വിവരങ്ങളുമായി ചേരുകയാണ്. മനു, ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്തയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ബെഞ്ചമിൻ നെതന്യാഹുവിന് എന്ത് സംഭവിച്ചു എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്. നമുക്കറിയാം, ഇറാൻ ഏറ്റവും വലിയ
ഇസ്രായേൽ ഏറ്റവും വലിയ സുരക്ഷാ സന്നാഹങ്ങളുള്ള രാഷ്ട്രമാണ്. അവിടുത്തെ പൗരന്മാർക്ക് പോലും അയൺ ഡോമിന്റെ സംരക്ഷണത്തിൽ വലിയ മതിപ്പാണുള്ളത്. ഇത്തരം ഒരു വലിയ സംഘർഷ സാഹചര്യത്തിൽ മാക്സിമം സുരക്ഷ എന്നത് ബെഞ്ചമിൻ നെതന്യാഹു ഉറപ്പാക്കിയിട്ടുണ്ടായിരിക്കുമെന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇറാന്റെ അവകാശം വ്യത്യസ്തമാണ്. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വന്നാൽ ഈ യുദ്ധം, ഈ ഏറ്റുമുട്ടൽ മറ്റൊരു തലത്തിലേക്ക് പോകുന്നു എന്ന് വേണം കരുതാൻ. എന്താണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ? രേണുക, ഇതിൽ ഒരു കാര്യം വ്യക്തമാക്കുന്നു. ഒരു ആക്രമണം നടന്നിട്ടുണ്ട്. നെതന്യാഹുവിന്റെ ഓഫീസ് ഇരിക്കുന്ന സ്ഥലത്തേക്കാണ് ആക്രമണം നടന്നത് എന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. പക്ഷേ നെതന്യാഹുവിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അപായം ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പരിക്കേറ്റിട്ടുണ്ടോ, നെതന്യാഹു ആ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നോ എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വിവരവും വന്നിട്ടില്ല. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർ ആണ് ബെന്യാമിൻ നെതന്യാഹുവിന് നേരെ ആക്രമണം നടത്തി എന്ന് വ്യക്തമാക്കുന്നത്. അതായത് 10th വേവ് ഓഫ് ടൂത്ത് പ്രോമിസ് 4 എന്ന ഓപ്പറേഷൻ ആണ് ഈ ഗവൺമെന്റ് കോംപ്ലക്സ് ടെൽ അവീവിലേക്ക് നടത്തിയത്. ഇതുകൂടാതെ ഈസ്റ്റ് അൽ ഖുദ്സ്, ജെറുസലേമിലുള്ള ഈസ്റ്റ് അൽ ഖുദ്സിലേക്കും ആക്രമണം നടത്തി. അങ്ങനെ 2 സുപ്രധാന ആക്രമണങ്ങൾ നടത്തി എന്ന് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി കോർ വ്യക്തമാക്കുന്നു. ആ 2 ആക്രമണങ്ങളിൽ ഒന്ന് നെതന്യാഹു പ്രൈം മിനിസ്റ്റർ ഓഫീസ് ആയതുകൊണ്ടും നെതന്യാഹുവിന് എന്ത് സംഭവിച്ചു, അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില എങ്ങനെ എന്നുള്ള ആകാംക്ഷ നിലനിൽക്കുന്നു. ഇതിൽ IRGCയുടെ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ഈ ആക്രമണത്തിൽ ഡിപ്ലോയ് ചെയ്തിട്ടുള്ളത് കൈബർ മിസൈലുകളാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ കൈബർ മിസൈലുകൾ എന്നത് 3ാം തലമുറയിൽപ്പെട്ട IRGCയുടെ മിസൈലുകളാണ്. 2022-ലാണിത് പുറത്തിറങ്ങുന്നത്. ഇതിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്ന 1400 കിലോമീറ്റർ അല്ലെങ്കിൽ 900 മൈൽ ദൂരത്തേക്ക് ഉള്ള പ്രതിയോഗിയെ ആക്രമിക്കാൻ കഴിയും എന്നതാണ്. അതിൻ്റെ നീളം ഒരു 11.4 മീറ്ററാണ്, 76 സെൻറ്റിമീറ്റർ ഡയമീറ്റർ. അങ്ങനെയൊക്കെയുള്ള ഒരു 6.5 ടൺ, ഏതാണ്ട് 6.3 ടൺ ഭാരം വരുന്ന ഒരു ബഹുകൂറ്റൻ മിസൈലാണ് ഈ കൈബർ ഷേക്കാൻ. അപ്പോൾ ഇതിൻ്റെ പ്രതികര ഫലനങ്ങൾ എന്തായിരിക്കും എന്നതിനെ സംബന്ധിച്ചുള്ള വലിയ ആശങ്ക പുറത്തു വരുന്നു. അത് ബാധിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമല്ല. അതേസമയം മറിച്ച് ഈ ഇടക്കാല നേതാവിൻ്റെ ആയത്തുള്ള അലി റാസ അറാഫിയുടെ ആരോഗ്യനിലയെ സംബന്ധിച്ചുള്ള ചർച്ചകളും സമൂഹ മാധ്യമങ്ങളിൽ പരക്കുന്നുണ്ട്. അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന തരത്തിലൊക്കെയുള്ള പ്രതികരണങ്ങൾ പല സമൂഹ മാധ്യമങ്ങളിലും വരുന്നു. ചില മാധ്യമങ്ങളാകട്ടെ ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നു എന്ന തരത്തിലൊക്കെ പ്രതികരിക്കുകയും ചെയ്യുന്നു. പക്ഷേ അതിനെ സംബന്ധിച്ചും ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന മറ്റൊരു പ്രധാന വിവരം. അതോടൊപ്പം മൂന്നാമതായി നടന്നിട്ടുള്ള ഒരു സുപ്രധാനമായ വിഷയം ഈ നത്താൻസിലെ ആണവോർജ്ജ കേന്ദ്രത്തിൽ ആക്രമണം നടന്നു എന്നതാണ്. ആക്രമണം നടന്നു എന്ന് അവിടെ സ്ഥിരീകരിക്കുന്നു. ഇറാൻ തന്നെ പറയുന്നു അവിടേക്ക് ആക്രമണം നടന്നു. അങ്ങനെയെങ്കിൽ അവിടെ നിന്ന് ഊർജ്ജ ചോർച്ചയുണ്ടോ, ആണവോർജ്ജ കേന്ദ്രത്തിൽ ചോർച്ചയുണ്ടോ എന്ന സംശയം വരുന്നു. ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി ഈ വിഷയം പരിശോധിക്കുന്നതിനായി വിയന്നയിൽ അടിയന്തര യോഗം ചേരുന്നു. അവരുടെ ഈ യോഗത്തിൽ റഷ്യ വളരെ കൃത്യമായി ഇത് ഗൗരവത്തോടെ കാണണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഏതായാലും ഇന്റർനാഷണൽ ആറ്റോമിക് എനർജിയുടെ ചീഫ് റാഫേൽ ഗ്രോസി ഇത് ഗൗരവത്തോടെ കാണുന്നു എന്ന നിലയിൽ തന്നെയാണ് കാര്യങ്ങളെ എടുക്കുന്നത്. ഈ ആണവോർജ്ജ കേന്ദ്രത്തിലേക്കുള്ള ആക്രമണങ്ങൾ വരുമ്പോൾ കുറെ കൂടി സംയമനം പാലിക്കണം എന്ന ഒരു നിലപാട് വ്യക്തമാക്കുന്നു. മറ്റൊന്ന്, ഇറാനിലും പലതരത്തിലുള്ള നേതൃ രംഗങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോൾ ആക്ടിംഗ് ഡിഫൻസ് മിനിസ്റ്ററായി അവിടെ IRGCയുടെ തലവൻ മജീദ് എബ്നെസ്രെ അവിടെ നിയമിക്കുന്നു. മറ്റൊന്ന്, ഏറ്റവും ഒടുവിൽ നമുക്ക് നെതന്യാഹുവിനെ പറ്റി ലഭിക്കുന്ന വിവരങ്ങൾ, നെതന്യാഹു മൊസാദ് തലവനുമായി കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ ചിത്രങ്ങൾ അദ്ദേഹം ട്വിറ്ററിൽ പങ്കുവച്ചിട്ടുണ്ട്. മൊസാദ് തലവനും അതുപോലെ ആംഡ് ഫോഴ്സിൻ്റെ ചീഫ് ഓഫ് സ്റ്റാഫിനെയും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി കാര്യങ്ങൾ വിശദീകരിച്ചു എന്ന തരത്തിലുള്ള സന്ദേശം നെതന്യാഹു തന്നെ ട്വിറ്ററിൽ പങ്കുവയ്ക്കുന്നും ഉണ്ട്. മറ്റൊന്ന്, രേണു സൂചിപ്പിച്ച ഒരു സുപ്രധാനമായ കാര്യം, അത് ഓയിൽ ടാങ്കറിന് നേരെയുള്ള ഒരു അറ്റാക്കാണ്. അതിലൊരു ഇന്ത്യൻ പൗരനാണ് മസ്കറ്റിൽ കൊല്ലപ്പെട്ടത് എന്ന്. മനു, ഞാൻ ഒരൊറ്റ സംശയം ചോദിച്ചോട്ടെ. ഇപ്പോൾ ഇറാന്റെ അവകാശവാദത്തിന് ശേഷമാണോ നെതന്യാഹുവിന്റെ പുതിയ ട്വീറ്റ് വന്നിട്ടുള്ളത്? അതായത് അദ്ദേഹം സുരക്ഷിതനെന്ന് നമുക്ക് ഉറപ്പിക്കാം? ഇല്ല, ഈ ട്വീറ്റ് നേരത്തെ വന്നതാണ്. താൻ ഇന്ന്
രാവിലെ മൺഡേ മോർണിംഗ് ഇതുപോലെ മൊസാദ് തലവനെയും അതുപോലെ സൈനിക മേധാവികളെയും കണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചു എന്ന ട്വീറ്റ് വന്നതിന് ശേഷമാണ് ഈ ആക്രമണം നടക്കുന്നത്. അപ്പോൾ അതിനുശേഷം എന്താണ് സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച് ഈ IDF അല്ലെങ്കിൽ നെതന്യാഹുവോ ഒരു തരത്തിലുള്ള പ്രതികരണങ്ങളും നൽകിയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായി അതിന് മുഖവിലയ്ക്ക് എടുക്കുന്നില്ല എന്ന് വേണമെങ്കിൽ കരുതാം, അല്ലെങ്കിൽ അത് അവർ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന് വേണമെങ്കിൽ കരുതാം, ഗൗരവത്തോടെ കാണുന്നില്ല എന്ന തരത്തിലും ഒക്കെ കരുതാം. ഏതായാലും ഒരു പ്രതികരണവും അത് സംബന്ധിച്ച് വന്നിട്ടില്ല. രണ്ട് രാജ്യങ്ങളിലും എന്ത് തരത്തിലുള്ള കാഷ്വാലിറ്റി ഉണ്ടായി എന്നതിനെ സംബന്ധിച്ചുള്ള പ്രതികരണങ്ങൾ ഒന്നും തന്നെ ഇതിൽ മനു, ഇത് യുദ്ധം തുടങ്ങി 3-ാം ദിവസമാണ്. നമുക്കറിയാം ഇറാനെ സംബന്ധിച്ച് പകരം വെക്കാനില്ലാത്ത നഷ്ടം ആദ്യത്തെ ദിവസം ആദ്യ മണിക്കൂറുകളിൽ തന്നെ സംഭവിച്ചു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവർക്ക് അവരുടെ പരമോന്നത നേതാവിനെ നഷ്ടപ്പെട്ടിരിക്കുന്നു. 4 പതിറ്റാണ്ടോളം അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരെ ശക്തമായ പ്രതിരോധമുയർത്തിയ ഖമനയുടെ മരണം എന്ന് പറയുന്നത് ഒന്നുകൊണ്ടും പരിഹരിക്കാനാകാത്ത നഷ്ടമാണ് ഇറാനെ സംബന്ധിച്ച് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ഇന്നത്തെ ദിവസം ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ ഹിസ്ബുള്ള റോക്കറ്റ്സ് അയക്കുന്നുണ്ട് നോർത്തേൺ ഇസ്രായേലിലേക്ക്. ഏതാണ്ട് 2024 ശേഷമുള്ള ആദ്യ അറ്റാക്കാണ് ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതിന് പിന്നാലെ ഇപ്പോൾ ഇറാൻ അവകാശപ്പെടുന്നത് പോലെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ ലക്ഷ്യമിട്ടുള്ള ഒരു ആക്രമണം, നെതന്യാഹു സേഫ് ആണെങ്കിൽ പോലും അങ്ങനെ ഒരു ആക്രമണം നടന്നിട്ടുണ്ടെങ്കിൽ അത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരു കനത്ത തിരിച്ചടിയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ആവർത്തിച്ചുള്ള ആക്രമണങ്ങൾ ഇസ്രായേലിനെ ലക്ഷ്യമാക്കി നടക്കുന്നു എന്നത്. രേണുകയിൽ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. ഒന്ന്, ഇസ്രായേലിൻ്റെ ദീർഘകാലമായുള്ള ഇസ്രായേലിൻ്റെ ആക്രമണ രീതിയൊക്കെ നമ്മൾ നേരത്തെ തന്നെ ഹമാസ് യുദ്ധം തൊട്ട് തന്നെ അവലോകനം ചെയ്തിട്ടുള്ള മാധ്യമപ്രവർത്തകർക്കും ആദ്യം തന്നെ എല്ലാവരും ഊഹിച്ചൊരു സുപ്രധാന കാര്യം, ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുമ്പോൾ ഇസ്രായേൽ മറു രാജ്യത്തിൻ്റെ ഏറ്റവും തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളും വ്യക്തികളെയും ആദ്യം തന്നെ ആക്രമിക്കും എന്നത് സ്വാഭാവികമാണ്. ഹമാസിൻ്റെ കാര്യത്തിൽ അങ്ങനെ നമ്മൾ കണ്ടതാണ്. ഹമാസിൻ്റെ ഏറ്റവും പ്രസക്തരായ നേതാക്കളെ തെരഞ്ഞുപിടിച്ച് കൊല ചെയ്യുന്ന രീതി നമ്മൾ കണ്ടതാണ്. ഹെസ്ബുള്ളയിലും സമാനമായ കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്, ഹെസ്ബുള്ളയെ ആക്രമിക്കുന്ന ഘട്ടത്തിലും. ഇപ്പോൾ ഇത് സ്വാഭാവികമായും ഇറാനും മുൻകൂട്ടി കാണേണ്ട ഒന്നായിരുന്നു. പരമോന്നത നേതാവിനെ പോലെ ഒരാളെ സുരക്ഷിതരായി ഇരുത്തേണ്ട ഒരു ഉത്തരവാദിത്വം അവിടെ നടന്നില്ല എന്ന ഒരു വിമർശനം തന്നെയായിരിക്കാം ഇനി വരും ദിവസങ്ങളിൽ ഉയരുക. കാരണം ഇത് ഉറപ്പായിരുന്നു, ഇറാൻ അതിൻ്റെ പരമോന്നത നേതാവിനെ ഇസ്രായേൽ ലക്ഷ്യം വയ്ക്കുമെന്നും അത് വളരെ കൃത്യമായ ഒരു ഓപ്പറേഷനോടുകൂടി അത് നടത്തും എന്നും വ്യക്തമായിരുന്നു. ഏതായാലും ഇസ്രായേൽ ഇപ്പോൾ അവരുടെ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് മറ്റൊരു കാര്യം കൂടി ട്വീറ്റ് ചെയ്യുന്നു. ഇറാൻ്റെ ചാരസംഘത്തിൻ്റെ തലവൻ ജലാൽപോർ ഹുസൈനെ തങ്ങൾ വധിച്ചു എന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വ്യക്തമാക്കുന്നു. നേരത്തെ രേണു സൂചിപ്പിച്ച കാര്യം, ഈ ഹിസ്ബുള്ളക്കെതിരെയുള്ള ആക്രമണം തുടരുന്നുവെന്ന് ഇപ്പോൾ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ട്വീറ്റ് ചെയ്യുന്നു. ഇൻ റെസ്പോൺസ് ടു റോക്കറ്റ്സ് ഫയർഡ് ഫ്രം ലെബനൻ ടു ഇസ്രായേൽ, ദി IDF പ്രിസൈസ്ലി സ്റ്റക്ക് ഹെസ്ബുള്ള ടെററിസ്റ്റ് ഇൻ ബെയ്റൂട്ട് എന്നാണ് പറയുന്നത്. ബെയ്റൂട്ടിലെ ഹെസ്ബുള്ള കേന്ദ്രങ്ങളെ ശക്തമായി കൃത്യമായി ആക്രമിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. മാത്രമല്ല, ഡസൻ കണക്കിന് ഹെസ്ബുള്ള ഇറാനിയൻ കേന്ദ്രങ്ങൾ തങ്ങൾ ആക്രമിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അത് ഈ ആയുധ ശേഖരങ്ങൾ ആണ് തങ്ങൾ ആക്രമിച്ചത് എന്നുകൂടി ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ട്വീറ്റിൽ അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇത് വളരെ കൃത്യമായ ഒരു നിലപാട് ഇവിടെ ഇസ്രായേൽ വ്യക്തമാക്കുന്നു. അതേസമയം തിരിച്ചടിക്കാനുള്ള എല്ലാ ആർജവും തങ്ങൾക്കുണ്ട് എന്ന തരത്തിൽ അത് ഹെസ്ബുള്ളയും അതേപോലെ ഇറാനും അവരുടെ പ്രത്യാക്രമണങ്ങൾ തുടരുന്നു. നമുക്ക് നേരത്തെ വന്നൊരു വിവരം, ഈ കുവൈറ്റിൽ വെച്ച് അമേരിക്കയുടെ F-15-6 സ്ട്രൈക്ക് ഈഗിൾ എയർക്രാഫ്റ്റുകൾ വെടിവെച്ചിട്ടു എന്നതാണ്. പക്ഷേ അത് അമേരിക്കയുടെ ഈ എയർക്രാഫ്റ്റ് വെടിവെച്ചിട്ടത് കുവൈറ്റിൽ അബദ്ധത്തിൽ സംഭവിച്ചതാണ്. അത് ഇറാന് അതിൻ്റെ ആക്രമണത്തിൽ തകർന്നതല്ല എന്ന് അമേരിക്ക വ്യക്തമാക്കുന്നു. അത് ഒരു ഫ്രണ്ട്ലി ഫയർ ഇൻസിഡൻറ്റ് എന്ന തരത്തിൽ അമേരിക്ക പറയുന്നു. പൈലറ്റും മറ്റ് അതിനകത്തുണ്ടായിരുന്ന സൈനികരും രക്ഷപ്പെട്ടു. അവർ പാരഷൂട്ട് ഉപയോഗിച്ച് രക്ഷപ്പെടുകയും അവരുടെ ഇപ്പോഴത്തെ പരിക്കുകളൊന്നുമില്ലാതെ അവർക്ക് ഇറങ്ങാൻ കഴിഞ്ഞു എന്നുമാണ്
കുവൈറ്റ് ഈ തെറ്റ് സമ്മതിക്കുകയും ചെയ്തു എന്നും അമേരിക്ക. തീർച്ചയായും ഫ്രണ്ട്ലി ഫയർ ആണ് ഉണ്ടായിട്ടുള്ളത് എന്നതാണ് അമേരിക്കയുടെ വിശദീകരണം. അതേസമയം അവരുടെ സൈനികരെ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. 3 F-15 നഷ്ടപ്പെട്ടു എന്നതും സ്ഥിരീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ഇതിൽ മനു നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത ഈ അയത്തുള്ള റാഫി കൊല്ലപ്പെട്ടു എന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുന്ന വലിയ വാർത്തയാണ്. അതായത് ഖമനയുടെ കൊലപാതകത്തിന് ശേഷം ആ സ്ഥാനത്തേക്ക് താൽക്കാലിക ചുമതല ഏറ്റെടുത്ത കൗൺസിലിലെ പ്രധാനിയാണ് അറാഫിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്താണ്? അറാഫിയുടെ മരണം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ടോ? ഇത് എയർ സ്ട്രൈക്കിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടതെന്ന് പറയുമ്പോൾ ആര് നടത്തിയ എയർ സ്ട്രൈക്ക് എന്ന് ഒരു ചോദ്യമുണ്ട്. അപ്പോൾ അത് ഇസ്രയേലാണോ അമേരിക്കയാണോ? ആരുടെ ഉത്തരവാദിത്തമാണ് അത്? ഇത് സ്വാഭാവികമായും കമ്പൈൻഡ് ആയിട്ടുള്ളൊരു ഓപ്പറേഷനാണ് നടക്കുന്നത്. തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിലേക്ക് മിസൈൽ അറ്റാക്കുകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ താൽക്കാലിക പരമോന്നത നേതാവ് അയത്തുള്ള അലി റാസ അറാഫി കൊല്ലപ്പെട്ടു എന്നത് സമൂഹ മാധ്യമങ്ങളിലാണ് ആദ്യം പ്രചരിച്ചത്. അത് സംബന്ധിച്ചൊരു വാർത്താ ഏജൻസികളുടെ റിപ്പോർട്ടുകളൊക്കെ സമൂഹ മാധ്യമങ്ങളെ അടിസ്ഥാനമാക്കിയതാണ്. അത് ഈ വസ്തുത പരിശോധിച്ച് ഉറപ്പുവരുത്തിയ വാർത്തകളല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് അത്തരം വാർത്തകൾ പുറത്തു വന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇവിടെ ഒരു ചോദ്യമുണ്ടായിരുന്നു. അയത്തുള്ള അലി ഖൊമേനി ഈ കൊല്ലപ്പെട്ടതിന് ശേഷം ചുമതലയേറ്റ ഒരു ഇടക്കാല ഭരണസമിതിയുണ്ട്. അയത്തുള്ള അലി റാസ റാഫി. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സോഷ്യൽ മീഡിയ റിപ്പോർട്ട്സ് ഇസ്രായേലി ന്യൂസ് ഏജൻസികളെയും ന്യൂസ് റിപ്പോർട്ട്സിനെയും ഉദ്ധരിച്ചുകൊണ്ടുള്ളതാണ്. നമുക്കറിയാം ഖമനയുടെ വധം ആദ്യം ഈ രീതിയിലാണ് അതിന്റെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇസ്രായേലി മാധ്യമങ്ങൾ ആ വാർത്തകൾ പുറത്തു വരുന്നു, അത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു. ആദ്യം നിഷേധിച്ചതിന് ശേഷമാണ് ഇറാൻ പിന്നീട് ഇത് സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. സ്വാഭാവികമായും അതിന് ഉള്ള ഒരു ഔദ്യോഗിക വിശദീകരണം ഇറാൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകണം. അപ്പോൾ മാത്രമേ നമുക്ക് ഇതൊരു വ്യക്തമായി ഇങ്ങനെ ഒരു കൊല നടന്നിരിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന് ജീവൻ നഷ്ടമായിരിക്കുന്നു എന്ന തരത്തിൽ നമുക്ക് വ്യക്തമാക്കാൻ കഴിയും. പക്ഷേ ശരി മനു, ഒന്ന് തുടരുക. ഇപ്പോൾ ഇസ്രായേലിൽ നിന്ന് അവിടുത്തെ മലയാളിയായ അരുൺ നമുക്കൊപ്പം ചേരുകയാണ്. അരുൺ നമുക്കൊപ്പം അവിടെ നിന്നുള്ള അപ്ഡേറ്റ്സ് തന്നുകൊണ്ടിരിക്കുന്ന വ്യക്തി കൂടിയാണ്. അരുൺ, ഇന്ന് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് ഇറാൻ ശക്തമായ ആക്രമണം ഇസ്രായേൽ ലക്ഷ്യമാക്കി നടത്തുന്നു എന്നതാണ്. അവിടെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നു എന്നൊരു ക്ലെയിമാണ് ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആ ഒരു വാർത്ത ഇതുവരെ ഒഫീഷ്യലി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. നേരത്തെ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നതിനുപരിയായിട്ട് ഒരു ഒഫീഷ്യൽ ഡിക്ലറേഷൻ അക്കാര്യത്തിൽ വന്നിട്ടില്ല. പക്ഷെ ഇന്നലെ രാത്രിയിലൊക്കെ ശക്തമായ ബോംബിംഗ് ഉണ്ടായിരുന്നില്ല, മിസൈൽ ആക്രമണം ഉണ്ടായിരുന്നു. ക്ലസ്റ്റർ ബോംബുകൾ ജെറുസലേമിന്റെ പല ഭാഗത്തും ഇന്നലെ വർഷിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇന്ന് രാവിലെ വെളുപ്പിനെ ഉണ്ടായിരുന്നു. പിന്നീട് ഏകദേശം ഒരു 11 മണിക്കും പിന്നീട് ഒരു 1 മണിക്ക് ആണ് ലാസ്റ്റ് ഉണ്ടായത്. അതിനുശേഷം ഇപ്പോൾ ഒരു 2 മണിക്കൂറിന് ഓളം സമയമായിട്ട് ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമായിട്ടാണ് ഉള്ളത്. ഈ ശക്തമായ ആക്രമണം നടക്കുന്നു എന്ന വിവരമാണ് ഉള്ളത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ ലക്ഷ്യമിട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. ഒരുപക്ഷെ ബെഞ്ചമിൻ നെതന്യാഹു സേഫ് ആണ് എങ്കിൽ പോലും ഓഫീസിലേക്ക് ആക്രമണം നടക്കാനുള്ള സാധ്യതയുണ്ടോ? എങ്ങനെയാണ് അതിന്റെ ഒരു സാധ്യത? ഇല്ല, അതിനെക്കുറിച്ച് ഇപ്പൊ നമുക്ക് ഒഫീഷ്യലി സംസാരിക്കേണ്ട ഒരാളല്ലല്ലോ ഞാൻ. അപ്പം അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയത്തില്ല. ഇപ്പം നിങ്ങൾ പറഞ്ഞതുപോലെ ഞാനും സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടത് മാത്രമേ ഉള്ളൂ. ജെറുസലേമിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെയും സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇത്തരം വാർത്തകൾ ഉണ്ട് എന്നതാണോ? സോഷ്യൽ മീഡിയ വാർത്തകൾ വരുമ്പോ നോർമലി എല്ലാവരും ഷെയർ ചെയ്യുമല്ലോ. അതിപ്പം സോഷ്യൽ മീഡിയ ഒരു സ്ഥലം കേന്ദ്രീകരിച്ച് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ലല്ലോ. ഞാൻ ചോദിച്ചത് ഇസ്രായേലിനുള്ളിലും അത്തരം വാർത്തകൾ പ്രചരിക്കുന്നുണ്ടോ എന്നതാണ്. ഇല്ല, അത്തരത്തിലൊരു ത്രെട്ടോ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഭീകരമായിട്ട് ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു മെസ്സേജ് ഒന്നും ഇവിടെ ഒഫീഷ്യലിയും അൺഒഫീഷ്യലിയും സ്പ്രെഡ് ആവുന്നില്ല. ഈ സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഉള്ളതല്ലാതെ വേറൊരു ഗവൺമെന്റ് ഒഫീഷ്യൽ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും, ഇപ്പൊ ഇസ്രായേലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ത്രെട്ട് ഉണ്ടാവുന്ന സമയത്ത് എല്ലാ മൊബൈൽ നെറ്റ്വർക്കുകളിലേക്കും ഓട്ടോമാറ്റിക് അലാറം സിസ്റ്റം ആക്ടിവേറ്റഡ് ആണ്. അതല്ലാതെ നിയർ ബൈ പ്ലേസസിലെല്ലാം തന്നെ അലാറംസ് ഉണ്ട്. നമുക്ക് സേഫ്റ്റി അലാറംസ് എല്ലാം ഉള്ള ഒരു രാജ്യമാണ്, സൈറൻസ് ഉള്ള ഒരു രാജ്യമാണ്. സോ അങ്ങനെ എന്തെങ്കിലും ഒരു വലിയ അക്രമമോ
വലിയ രീതിയിലുള്ള ത്രെട്ടൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഏതൊരു സാധാരണ മൊബൈൽ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്ന ഏതൊരു സാധാരണ വ്യക്തിക്കും അറിയാവുന്ന രീതിയിലാണ് സജ്ജീകരണങ്ങൾ. സോ ഞാൻ മനസ്സിലാക്കുന്നില്ല അങ്ങനെ ഒരു അത്രയും വലിയൊരു ത്രെട്ട് ഉണ്ടായിട്ടില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, മനസ്സിലായി അരുൺ. അരുൺ പറഞ്ഞല്ലോ ഇന്നലെയൊക്കെ രാത്രിയിൽ ശക്തമായ ആക്രമണം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുവല്ലോ. അത് ഏതെങ്കിലും തന്ത്രപ്രധാന മേഖലകൾ കേന്ദ്രീകരിച്ച് ഉള്ള ആക്രമണം എന്ന നിലയിലാണോ കാണുന്നത്, അതോ അതിർത്തികൾ ആണോ ലക്ഷ്യമിടുന്നത്? എങ്ങനെയാണ് അതിന്റെ ഒരു സ്വഭാവം? എങ്ങനെയാണ്? ക്ലസ്റ്റർ മിസൈലുകളായിരുന്നു അത്. ക്ലസ്റ്റർ മിസൈലുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ആകാശത്ത് വെച്ച് അയൺ ഡോം തടഞ്ഞാൽ പോലും അത് പിന്നീട് ബ്ലാസ്റ്റ് ചെയ്ത് കുറെ അധികം മിസൈലുകളായിട്ടാണ് നിലത്തേക്ക് പതിക്കുന്നത്. അതാണ് ക്ലസ്റ്റർ മിസൈലുകളുടെ ഒരു ഡിസൈൻ വരുന്നത്. സോ അതിന്റെ ഭാഗമായിട്ട് ജനവാസ കേന്ദ്രങ്ങളിലേക്കാണ് അത് വീണിട്ടുണ്ടായിരുന്നത്. അതല്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം അത് മുകളിൽ നിന്ന് തകർത്ത് കളഞ്ഞൊരു സാധനം നമുക്ക് പറയാൻ പറ്റത്തില്ല ഇന്ന സ്ഥലത്തേക്കാണ് എയിം ചെയ്തിരുന്നതെന്ന്. ഓക്കെ, അപ്പോ ഈ ഹിസ്ബുള്ളയുടെ വലിയ ആക്രമണവും ഇന്ന് ഇസ്രായേൽ ലക്ഷ്യമിട്ടുണ്ടായിരുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. അതിന്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാൻ കഴിയുന്നുണ്ടോ? ഇന്നിപ്പം കുറച്ചു മുമ്പ് ഇവിടെ ബേർഷെബ എന്ന് പറഞ്ഞ സ്ഥലത്ത് മിസൈൽ ഹിറ്റ് ഉണ്ടായിട്ടുണ്ട്, ഡയറക്റ്റ് ഹിറ്റ് ഉണ്ടായിട്ടുണ്ട്. ബേർഷെബയില് 11 പേർക്ക് സിവിയർ ഇഞ്ചേഴ്സ് വന്നിട്ടുണ്ട്. കുറച്ചു മുമ്പാണ് ആ ഒരു വാർത്ത പുറത്തു വന്നത്. അതുപോലെ തന്നെ ഹിസ്ബുള്ളയുടെ ഒരു അലേർട്ട് ഇപ്പൊ വന്നിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗവൺമെന്റ് സൈഡിൽ നിന്ന് അല്ലെങ്കിൽ ഹോം ഫ്രണ്ട് കമാൻഡിന്റെ മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം ഹിസ്ബുള്ളയും കൂടെ ഇതിൽ ജോയിൻ ചെയ്യുന്ന സാഹചര്യത്തിൽ കുറച്ചുകൂടെ വിജിലന്റ് ആയിട്ട് കാര്യങ്ങളെ ഇവർ നിരീക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സീരിയസ്നെസ് കുറച്ചുകൂടെ കൂട്ടുന്നുണ്ട്. സോ നമുക്കൊരു ഏർലി വാർണിംഗ് എന്ന് പറഞ്ഞ സിസ്റ്റം ഉണ്ട് ഇവിടെ. ഏർലി വാർണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വൺസ് മിസൈൽ വരാൻ സാധ്യതയുള്ള ഇതിന് ഏകദേശം 10 മിനിറ്റ് അല്ലെങ്കിൽ 10-ൽ താഴെ മിനിറ്റുകൾ സമയം നമുക്ക് കിട്ടുന്നുണ്ട്. ഏർലി വാർണിംഗ് നമ്മുടെ മൊബൈലിൽ കിട്ടിയതിന് ശേഷം പിന്നീട് ആണ് ലോക്കലി ഉള്ള അലാറംസ് ആക്ടിവേഷൻ ആകുന്നത്. സോ ഇപ്പം ഗവൺമെന്റ് സൈഡിൽ നിന്നുള്ള അല്ലെ ഹോം ഫ്രണ്ട് കമാൻഡിന്റെ നിർദ്ദേശപ്രകാരം ഒരുപക്ഷെ ഇനി ഏർലി വാർണിംഗ് എപ്പോഴും കിട്ടിയെന്ന് വരില്ല. നിങ്ങൾ ഫസ്റ്റ് അലാറം ആക്ടിവേഷൻ ആകുമ്പോൾ തന്നെ ബങ്കറുകളിലേക്ക് മാറുക എന്നതാണ് ഇപ്പൊ തരുന്ന നിർദ്ദേശം. ശരി, അപ്പോ അസാധാരണമായി ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കാമില്ലേ അരുൺ? അതല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല, നിങ്ങൾക്ക് ഉൾപ്പെടെ ലഭിക്കുന്ന സന്ദേശങ്ങൾ ഇതായിരിക്കില്ല. തീർച്ചയായിട്ടും നമുക്കിപ്പം കാര്യങ്ങളൊക്കെ എങ്ങനെയാണെങ്കിലും അല്ലെങ്കിൽ ഇസ്രായേലിൽ ഒരു പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. 12-ാം തീയതി വരെ ഒരു അടിയന്തര സാഹചര്യം നീട്ടിവെച്ചിരിക്കുകയാണ്. ഇന്ന് 2-ാം തീയതിയാണ്, മാർച്ച് 2-ാം തീയതി വരെ ആയിരുന്നു മുന്നേ പറഞ്ഞിരുന്നത്. ഈവൻ എയർ സ്പേസ് അടക്കം ക്ലോസ് ചെയ്ത് 12-ാം തീയതി വരെ നീട്ടിയിട്ടുണ്ട്. പൊതുവെ ഇസ്രായേലിലെ ജനങ്ങൾക്കും അല്ലെങ്കിൽ സാമൂഹിക ജീവിതത്തിൽ ഇതൊന്നും പുതിയതല്ലാത്തത് കൊണ്ട് തന്നെ ഒരു പരിധി വരെ ജനജീവിതത്തെ ബാധിച്ചില്ല. അല്ലെങ്കിൽ പുറത്തൊക്കെ നമ്മൾ പോയാലും നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും തന്നെ ആവശ്യങ്ങൾക്കായി ജനങ്ങൾ പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാം. അത് മാത്രമല്ല, ഏതെങ്കിലും വലിയ രീതിയിലുള്ള ത്രെട്ട് പെട്ടെന്ന് സഡൻലി ഉണ്ടാകുകയാണെങ്കിൽ ഉറപ്പായിട്ടും എല്ലാ രീതിയിലും ജനങ്ങളെ അറിയിക്കാനുള്ള മാർഗങ്ങളും ഗവൺമെന്റിന് അതിനുള്ള സജ്ജീകരണങ്ങളുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം നിലവിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ശരി, വളരെ നന്ദി അരുൺ ഞങ്ങളോടൊപ്പം സഹകരിച്ചതിന്. എന്തായാലും വലിയ ആശങ്ക നെതന്യാഹുവിന്റെ ഓഫീസ് ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയെന്നുള്ള ഇറാന്റെ അവകാശവാദത്തിന്റെ സാഹചര്യത്തിലാണ് അരുണുമായി വീണ്ടും ബന്ധപ്പെട്ടത്. സുരക്ഷിതനായിരിക്കൂ, കൂടുതൽ വിവരങ്ങൾക്കായി വീണ്ടും ബന്ധപ്പെടാം. ഏതായാലും ഇസ്രായേൽ തന്നെയുള്ള മലയാളിയാണ് അരുൺ. അദ്ദേഹം പറയുന്നത് അസാധാരണമായി ഒന്നും അവിടെ സംഭവിച്ചിട്ടുള്ള സാഹചര്യം ഇല്ല എന്നതാണ് ഇപ്പോഴത്തെ അവിടുത്തെ സാഹചര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്നതാണ്. മനു ഭരത് നമുക്കൊപ്പം തുടരുന്നുണ്ട്. മനു, അപ്പോൾ നെതന്യാഹു സുരക്ഷിതൻ എന്ന് തന്നെ കരുതാൻ പറ്റുന്ന സാഹചര്യമാണ് എന്നതാണ് അരുണിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. അസാധാരണമായിട്ടൊന്നും തന്നെ ഇസ്രായേലിൽ സംഭവിക്കുന്നില്ല എന്നതുകൂടിയാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഇറാന്റെ അവകാശവാദമായി അത് കാണാം, ഇല്ലേ? സ്വാഭാവികമായും ഇത് രണ്ടും സമൂഹ മാധ്യമങ്ങളിൽ പരന്ന വാർത്ത എന്നതിനപ്പുറത്തേക്ക് ഈ ബെന്യാമിൻ നെതന്യാഹുവിനെ കേന്ദ്രം ആക്രമിച്ചു എന്നതും അതോടൊപ്പം തന്നെ ബെന്യാമിൻ നെതന്യാഹുവിൻ്റെ കേന്ദ്രം ആക്രമിച്ചു എന്നത് IRCG ആണ് വ്യക്തമാക്കിയത്. ഈ റവല്യൂഷണറി ഗാർഡ്സാണ്, IRGC ആണ് ഇത് ആക്രമണം നടത്തി എന്ന് വ്യക്തമാക്കിയത്. പക്ഷേ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ആക്രമണത്തിലൊന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല, ആക്രമണം ഫലപ്രദമായില്ല എന്ന് അവർക്ക് സമ്മതിക്കേണ്ടി വരുമായിരിക്കാം. പക്ഷേ അതേസമയം ഈ അലിറേസ അറാഫിയുടെ മരണത്തെ സംബന്ധിച്ചുള്ള വാർത്തകൾ ഒന്നും തന്നെ ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ഇറാനിൻ്റെ പ്രസിഡന്റ് മൗസൂദ് പെഷ്കിയാൻ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് എല്ലാ മന്ത്രിമാരും അതുപോലെ വിവിധ സംവിധാനങ്ങളുടെ തലവന്മാർ അതുപോലെ സർക്കാർ സംവിധാനങ്ങൾ ഇത് എല്ലാം
ഈ യുദ്ധം അവസാനിക്കുന്നത് വരെ ഒരു തുടർച്ചയായ സേവനം ജനങ്ങൾക്ക് നൽകണം. പൊതുജനങ്ങളുടെ ജീവിതനും അതുപോലെ പൊതുജീവിതം തടസ്സപ്പെടാതിരിക്കാനും ഒക്കെയുള്ള അതീവ ജാഗ്രത പുലർത്തണം. പ്രത്യേക പ്ലാനിംഗ് നടത്തി ആളുകളോടൊപ്പം അവരുടെ പ്രവർത്തനങ്ങളിൽ നിലയുറപ്പിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം താൻ നൽകിയിട്ടുണ്ട് എന്ന് ഇറാനിൻ്റെ പ്രസിഡന്റ് വ്യക്തമാക്കുന്നു. ഈ നാട്ടിലെ ഇറാനിലെ ജനങ്ങൾക്കൊപ്പം താനുണ്ട് എന്ന തരത്തിൽ അദ്ദേഹം അല്ലെങ്കിൽ തൻ്റെ സർക്കാരുണ്ട് എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അവിടെ പ്രശ്നങ്ങൾ അവർ നേരിടാൻ തയ്യാറായിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ശരി, മനു ഭരത്താണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇറാന്റെ ആ അവകാശവാദം അത് സാധ്യമായിട്ടില്ല എന്നതാണ്, ആ തരത്തിലുള്ള വാർത്തകളാണ് നമുക്ക് വരുന്നത്. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് ആക്രമിച്ചു എന്ന സാഹചര്യമാണ്, ആ വാർത്തകളാണ് അവർ പുറത്തുവിട്ടിരുന്നത്. അതേസമയം പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ മൗനം വെടിയുകയാണ് ഇന്ത്യ. സംഘർഷം പരിഹരിക്കുന്നതിന് സംഭാഷണത്തിനും നയതന്ത്രത്തിനും ആഹ്വാനം ചെയ്തിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൂടുതൽ വഷളാകുന്നത് തടയുന്നതിനും സാധാരണക്കാരെ സംരക്ഷിക്കുന്നതിനും അന്താരാഷ്ട്ര സഹകരണത്തിന്റെ അടിയന്തര ആവശ്യകതയിലേക്കാണ് പ്രധാനമന്ത്രി വിരൽ ചൂണ്ടുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായുള്ള മോദിയുടെ ടെലിഫോൺ സംഭാഷണത്തിന് ശേഷമാണ് ഈ പരാമർശങ്ങൾ വരുന്നത് എന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. സാധാരണക്കാരുടെ സുരക്ഷയെക്കുറിച്ചുള്ള ഇന്ത്യയുടെ ആശങ്കകൾ അദ്ദേഹം ഊന്നി പറഞ്ഞിട്ടുണ്ട്. സംഭാഷണത്തിലൂടെയും നയതന്ത്രത്തിലൂടെയും സമാധാനം സ്ഥാപിക്കാൻ ആണ് ഇന്ത്യ ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിക്കുന്നത് എന്നതാണ് മനസ്സിലാകുന്നത്. അതേസമയം ഖമനേയി വധത്തെക്കുറിച്ചുള്ള കൂടുതൽ വ്യക്തത അല്ലെങ്കിൽ അതിലുള്ള നിലപാട് പറഞ്ഞിട്ടില്ല എന്നതുകൂടി ഒരു സാഹചര്യമാണ്. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് കൂടി തിരിച്ചെത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. മധ്യേഷ്യ വീണ്ടും ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലായിരിക്കുകയാണ്. പതിറ്റാണ്ടുകളായി പുകഞ്ഞുകൊണ്ടിരുന്ന ഇസ്രായേൽ ഇറാൻ ശത്രുത ഇപ്പോൾ നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് കടന്നിരിക്കുമ്പോൾ അതിന്റെ പ്രകമ്പനം ലോകമെമ്പാടുമുള്ള സാമ്പത്തിക വിപണികളിൽ പ്രതിഫലിച്ചു തുടങ്ങിക്കഴിഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം വരവും ഇറാനെതിരെയുള്ള അദ്ദേഹത്തിന്റെ കർശനമായ നിലപാടുകളും പ്രതികാരം എന്ന പ്രഖ്യാപനവും ആഗോള വിപണികളെ അക്ഷരാർത്ഥത്തിൽ ഉലച്ചു കളഞ്ഞു. 2026 മാർച്ച് മാസത്തിന്റെ തുടക്കത്തിൽ ആഗോള വിപണി സാക്ഷ്യം വഹിക്കുന്നത് സമീപകാലത്തെ ഏറ്റവും വലിയ തകർച്ചയ്ക്കും വിലക്കയറ്റത്തിനുമാണ്. ഓഹരി വിപണികളിൽ ചോരപ്പുഴ ഒഴുകുമ്പോൾ ഇന്ധനവിലയും സ്വർണ്ണവിലയും സാധാരണക്കാരന്റെ കുടുംബ ബജറ്റിനെ താളം തെറ്റിക്കുന്ന രീതിയിൽ കുതിച്ചുയരുകയാണ്. ഈ പ്രതിസന്ധിയുടെ പ്രഭവ കേന്ദ്രം തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കാണ്. ലോകത്തിലെ എണ്ണ കയറ്റുമതിയുടെ ജീവനാഡി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ കടലിടുക്ക് അടയ്ക്കുമെന്ന ഇറാന്റെ ഭീഷണി ആഗോള ഊർജ്ജ വിപണിയെ ഭീതിയിലാഴ്ത്തിയിരിക്കുന്നു. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള പോരാട്ടം മൂർച്ഛിച്ചതോടെ കപ്പൽ നീക്കം തടസ്സപ്പെടുമെന്ന ഭയം ക്രൂഡ് ഓയിൽ വിലയെ ഒറ്റയടിക്ക് 12% ഉയർത്തി. ബ്രന്റ് ക്രൂഡ് ബാരലിന് $82 മുകളിലെത്തിയത് 2025 ജനുവരിക്ക് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണ്. 1970കളിലെ ഇസ്ലാമിക വിപ്ലവകാലത്ത് ഇന്ധനവിലയിലുണ്ടായ കുതിച്ചുചാട്ടത്തിന് സമാനമായ ഒരു സാഹചര്യം ഉടലെടുക്കുമോ എന്നതാണ് ഇപ്പോൾ ലോകം ഭയപ്പെടുന്നത്. എണ്ണവില $100 കടന്ന് മുന്നോട്ട് പോകാനുള്ള സാധ്യത സാമ്പത്തിക വിദഗ്ധർ തള്ളിക്കളയുന്നില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ സാഹചര്യം ഇരട്ട പ്രഹരമാണ് നൽകുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതി രാജ്യങ്ങളിലൊന്നായ ഇന്ത്യക്ക് എണ്ണവിലയിലുണ്ടാകുന്ന ഓരോ ഡോളറിന്റെ വർധനവും ശതകോടികളുടെ അധിക ബാധ്യതയാണ് വരുത്തിവെക്കുന്നത്. ബാരലിന് $10 വർദ്ധിക്കുമ്പോൾ ഇന്ത്യയുടെ വാർഷിക അധിക ബാധ്യത 10,000 കോടി രൂപ കവിയും. ഇത് രാജ്യത്തെ പെട്രോൾ ഡീസൽ വില വർധനവിന് കാരണമാവുക മാത്രമല്ല, ഗതാഗത ചെലവ് വർദ്ധിക്കുന്നതിലൂടെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിലേക്കും നയിക്കും. പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ പാടുപെടുന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇത് കടുത്ത വെല്ലുവിളിയാണ്. കൂടാതെ ലോകത്തെ പ്രമുഖ LNG ഉൽപ്പാദകരായ ഖത്തറിൽ നിന്നുള്ള കയറ്റുമതി ഹോർമൂസ് വഴി തടസ്സപ്പെടുന്നത് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയെ തന്നെ ബാധിച്ചേക്കാം. ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഈ യുദ്ധഭീതി വലിയൊരു തകർച്ചയ്ക്കാണ് വഴിമരുന്നിട്ടിരിക്കുന്നത്. വ്യാപാരം ആരംഭിച്ച ആദ്യ മിനിറ്റുകളിൽ തന്നെ നിക്ഷേപകർക്ക് 7 ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചത്. പശ്ചിമേഷ്യയെ കലുഷിതമാക്കുന്നത് എന്താണ്? അത് ട്രംപിന്റെ യുദ്ധക്കൊതി തന്നെയാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ട്രംപ് അധികാരമേറ്റപ്പോൾ പറഞ്ഞത് താനൊരു സമാധാന പ്രേമിയാണെന്നതാണ്. ജനങ്ങളെ ഒന്നിപ്പിക്കുന്ന ഒരാളും ആയിരിക്കുമെന്ന് ട്രംപ് അന്ന് വ്യക്തമാക്കി. അങ്ങനെ ആയിരിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നാണ് ട്രംപ് യഥാർത്ഥത്തിൽ പറഞ്ഞത്. പക്ഷേ അതല്ല ഇപ്പോൾ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകം ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായ സൈന്യത്തെ അമേരിക്ക കെട്ടിപ്പടുക്കുമെന്നും അദ്ദേഹം ആദ്യം വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിൽ, വിദേശ അതിർത്തികൾ സംരക്ഷിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നെങ്കിൽ ആ വാഗ്ദാനങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് മറ്റ് രാഷ്ട്രത്തിനുമേൽ കടന്നു കയറുന്ന
അന്താരാഷ്ട്ര നിയമങ്ങളെ പുല്ലുവില പോലും കൽപ്പിക്കാത്ത വ്യക്തിയാണ് താനെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ. പിന്നീട് ഒരിക്കൽ ട്രംപ് പറഞ്ഞത് ലോകത്തെ വിവിധ ഭാഗങ്ങളിലായി രാജ്യങ്ങൾ തമ്മിലുണ്ടായ സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ താൻ നിരവധി ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്നതാണ്. തൻ്റെ ഇടപെടൽ നൊബേൽ പുരസ്കാരത്തിന് അർഹമാണ് എന്ന് ആവർത്തിച്ച് പറയുന്ന ട്രംപിനെയാണ് നമ്മൾ അധികാരമേറ്റ് ഏതാണ്ട് ഒരു വർഷമൊക്കെ ആകുന്ന സമയത്ത് കണ്ടുകൊണ്ടിരുന്നത്. നൊബേൽ പുരസ്കാരം പ്രഖ്യാപിക്കുന്ന സമയത്തൊക്കെ ആവർത്തിച്ച് ട്രംപ് അതിന് തൻ്റെ അവകാശം ഉണ്ട് എന്ന കാര്യം പറയുന്നുണ്ടായിരുന്നു. ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിക്കാൻ ഇടപെട്ട് എന്ന നിരുത്തരവാദപരമായ പ്രസ്താവന അദ്ദേഹം 60-ലധികം തവണ ആവർത്തിക്കുന്നത് നമ്മൾ കണ്ടതാണ്. താൻ 7 സംഘർഷങ്ങൾ താൻ ഇടപെട്ട് അവസാനിപ്പിച്ചു എന്നെല്ലാം ട്രംപ് പറയുന്നുണ്ട്. നൊബേൽ സമാധാന പുരസ്കാരത്തിന് ഏറ്റവും അർഹനായ വ്യക്തി താനാണ്, തനിക്ക് 7 നൊബേൽ സമ്മാനങ്ങളെങ്കിലും ലഭിക്കേണ്ടതുണ്ട് എന്നൊക്കെ ട്രംപ് അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടതാണ്. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് ശ്രമിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇടപെടലിൽ സാധ്യമായത് ഗാസയിലെ സമാധാന കരാറാണ്. അതിൻ്റെ തുടർ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ്, ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയും അദ്ദേഹം ഒരു സമാധാന സമിതി രൂപീകരിക്കുകയും അതിൻ്റെ ആജീവനാന്ത അധ്യക്ഷനായൊക്കെ ഇരിക്കുമ്പോഴാണ് വലിയ വൈരുദ്ധ്യം എന്ന തരത്തിൽ മറ്റിടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഈ കടന്നുകയറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ട്രംപ് പറഞ്ഞതും ചെയ്യുന്നതും എന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. യുദ്ധങ്ങളിൽ നിന്ന് അമേരിക്കയെ മുക്തമാക്കുമെന്ന വാഗ്ദാനത്തോടെ ജനുവരി 2025 അധികാരത്തിലേറ്റ ട്രംപ് ഒരു വർഷത്തിനിടെ ഏതാണ്ട് 7 രാജ്യങ്ങളിലേക്ക് കടന്നുകയറ്റം നടത്തി എന്നതാണ് വ്യക്തമാകുന്നത്. ഭീകരവിരുദ്ധതയുടെയും ഒപ്പം മയക്കുമരുന്ന് വിരുദ്ധതയുടെയും ഒക്കെ പേര് പറഞ്ഞുകൊണ്ടാണ് ഇത്തരം നീക്കങ്ങൾ ട്രംപിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ട്രംപ് ഈ നടപടികളെയൊക്കെ ന്യായീകരിക്കുന്നത് അത് പറഞ്ഞുകൊണ്ടാണ്. ഇറാനിലും വെനസ്വേലയിലും നടത്തിയ ഇടപെടലുകൾ ആ രാജ്യങ്ങളിലെ ഭരണമാറ്റം ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു എന്നത് ഇപ്പോൾ വ്യക്തമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ട്രംപിൻ്റെ നയങ്ങൾ അമേരിക്കൻ താൽപ്പര്യങ്ങളെക്കാൾ ഇസ്രയേൽ താൽപ്പര്യങ്ങൾക്ക് മുൻതൂക്കം നൽകുന്നതാണ് എന്ന് അമേരിക്കയ്ക്കകത്തും അന്താരാഷ്ട്ര തലത്തിലുമൊക്കെ വലിയ വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യം കൂടിയാണ് ഇത് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ വെനസ്വേല ദീർഘകാലമായി അമേരിക്കയുമായി ശത്രുതയിലായിരുന്ന പ്രസിഡന്റ് നിക്കോളാസ് മദുറോയെ അട്ടിമറിക്കാനാണ് ട്രംപ് ഭരണകൂടം ജനുവരിയിൽ വെനസ്വേലയിൽ ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ വെനസ്വേലൻ ക്യൂബൻ സുരക്ഷാ സേവനങ്ങളിലെ അംഗങ്ങളും സിവിലിയന്മാരും ഉൾപ്പെടെ ഏതാണ്ട് 83 പേർ കൊല്ലപ്പെടുകയും മദുറോയെ അമേരിക്ക അനധികൃതമായി തടവിലാക്കുകയും അവിടെ നിന്ന് പിടിച്ചുകൊണ്ടുവരികയും ചെയ്തത് കണ്ടതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ നിക്ഷേപമുള്ള രാജ്യങ്ങളിലൊന്നാണ് വെനസ്വേല. അപ്പോൾ വെനസ്വേലയിലെ എണ്ണ കമ്പനികളെ ഭരണകൂടം ദേശസാൽക്കരിച്ചതോടെ അമേരിക്കയും ആയിട്ടുള്ള ഏറ്റുമുട്ടൽ തുടരുന്നു. അവിടെ നിന്ന് സ്വന്തം താൽപ്പര്യം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വെനസ്വേലൻ പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ട് പോകുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അത് ഈ ലഹരി ബന്ധമൊക്കെ ചൂണ്ടിക്കാട്ടി അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിച്ച് കരുക്കൾ നീക്കി ആ രാജ്യത്തെ തന്നെ ആഭ്യന്തര പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും പിന്നീട് മദുറോയെ അവിടെ നിന്ന് കടത്തിക്കൊണ്ടുവരുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടത്. അപ്പോൾ ആ രീതിയിലുള്ള ഇടപെടലാണ് വെനസ്വേലയുമായി ബന്ധപ്പെടുത്തി ട്രംപിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. വെനസ്വേലയിലെ ഭരണകൂടത്തെ ശരിക്കും പറഞ്ഞാൽ അമേരിക്ക അട്ടിമറിക്കുകയാണ് ചെയ്തത്. നൈജീരിയയിലെ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിൽ നടക്കുന്ന പീഡനങ്ങളും അക്രമങ്ങളും തടയുന്നതിൽ നൈജീരിയൻ സർക്കാർ പരാജയപ്പെട്ടു. ഇതിനു പുറമെ സുരക്ഷാ കാരണങ്ങളും കൃത്യമായ രേഖകളുടെ അഭാവവും ഒക്കെ ചൂണ്ടിക്കാട്ടി നൈജീരിയൻ പൗരന്മാർക്ക് അമേരിക്കയിൽ പ്രവേശിക്കുന്നതിന് വിലക്കേർപ്പെടുത്തി. അങ്ങനെയൊക്കെ നൈജീരിയയിലുള്ള ഇടപെടലുകൾ അദ്ദേഹം നടത്തി. സിറിയയിൽ അമേരിക്ക ഈ രീതിയിൽ തന്നെയാണ് ഇടപെട്ടത്. സിറിയയിൽ അമേരിക്കൻ സൈന്യത്തിന് നേരെ ഉണ്ടായ ആക്രമണങ്ങൾക്ക് മറുപടിയായി ട്രംപ് കടുത്ത സൈനിക നടപടിയാണ് സ്വീകരിച്ചത്. 2025 ഡിസംബറിൽ പലിമ്ര നഗരത്തിൽ നടന്ന ആക്രമണത്തിൽ 2 US സൈനികരും ഒരു പരിഭാഷകനും കൊല്ലപ്പെട്ടിരുന്നു. ഇതിന് പ്രതികരണമായി സിറിയയിലെ ISIL കേന്ദ്രങ്ങളിൽ US ആക്രമണം നടത്തുന്നത് കണ്ടതാണ്. ബഷർ അൽ അസദിന്റെ ഭരണം അവസാനിപ്പിച്ചതിന് ശേഷം വന്ന പുതിയ ഇടക്കാല സർക്കാരുമായി ട്രംപ് ഭരണകൂടം സഹകരിക്കുന്നത് നമ്മൾ കാണുകയാണ്. അപ്പോൾ എല്ലാ രാഷ്ട്രങ്ങളിലും തങ്ങൾക്ക് അനുകൂലമാകുന്ന തങ്ങളുടെ ചൊൽപ്പടിയിൽ നിൽക്കുന്ന ഒരു ഭരണകൂട സംവിധാനം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഇടപെടലൊക്കെയാണ് ഇവരുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സൊമാലിയയിലും ഇത് തന്നെ സംഭവിച്ചു. സൊമാലിയയിലെ ഭീകരവാദ സംഘടനകൾക്കെതിരെ കടുത്ത
നടപടി സ്വീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ട്രംപ് ഇടപെടൽ നടത്തുന്നു. സൊമാലിയയിൽ അവിടെ ആക്രമണങ്ങൾ നടക്കുന്നു. സൊമാലിയ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അൽ ഖ്വയ്ദ ബന്ധമുള്ള അൽ ഷബാബ്, ഐസിസ് എന്നീ ഭീകര സംഘടനകളെ തകർക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെയും ആ രീതിയിലുള്ള ഇടപെടലുകൾ അമേരിക്ക നടത്തുന്നത്. 2025 മാത്രം അമേരിക്ക സൊമാലിയയിൽ 100-ലധികം സൈനിക ഓപ്പറേഷനുകൾ നടത്തിയിട്ടുണ്ട് എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ സംഘടനകൾ അമേരിക്കൻ താൽപര്യങ്ങൾക്കും സൊമാലിയൻ സർക്കാരിനും ഭീഷണിയാണ് എന്നതാണ് ട്രംപ് കാരണമായി പറഞ്ഞുകൊണ്ടിരുന്നത്. ഇറാഖിലും ഉണ്ടാകുന്നു ഇടപെടൽ. 2025 മാർച്ചിൽ ഇറാഖിലെ അൽ അൻബാർ പ്രവിശ്യയിൽ US നടത്തിയ ആക്രമണത്തിൽ ഒരു ഉന്നത ISIL കമാൻഡറെ വധിച്ചു. ഇറാഖിലെ വിവിധ സൈനിക താവളങ്ങളിൽ നിലയുറപ്പിച്ചിരിക്കുന്ന അമേരിക്കൻ സൈനികർക്കും ഉദ്യോഗസ്ഥർക്കും നേരെ ഇറാൻ അനുകൂല സായുധ സംഘങ്ങൾ ആക്രമണങ്ങൾ നടത്തുന്നു എന്നാരോപിച്ചായിരുന്നു ഈ ആക്രമണം ഒക്കെ ഉണ്ടായിട്ടുള്ളത്. യമനിലും 2025 മാർച്ച് മുതൽ മെയ് വരെ ഹൂത്തികളെ ലക്ഷ്യമിട്ട് US ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നതും നമ്മൾ കണ്ടതാണ്. അങ്ങനെ എല്ലായിടങ്ങളിലും ഈ രീതിയിലുള്ള ഇടപെടലുകൾ അമേരിക്ക നടത്തി വരികയാണ്. ഏറ്റവും ഒടുവിൽ വെനസ്വേലയിൽ കടന്നാക്രമണം നടത്തി പ്രസിഡന്റ് നിക്കോളാസ് മദുറോയെ തട്ടിക്കൊണ്ടുപോയതിനു ശേഷം ഏതാണ്ട് 57 ദിവസം പിന്നിടുമ്പോഴാണ് ഇറാനിൽ നേരിട്ടുള്ള ആക്രമണം ഇസ്രയേലുമായി ചേർന്ന് അമേരിക്ക നടത്തുന്നത്. അവരുടെ പരമോന്നത നേതാവിനെ വധിക്കുന്നത്. സാമ്രാജ്യത്വ വിരുദ്ധ നിലപാട് അചഞ്ചലമായി സ്വീകരിച്ചുകൊണ്ടിരുന്ന ആ മേഖലയിൽ തന്നെ അമേരിക്കയ്ക്കെതിരെ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരുന്ന ഇറാനെ ആക്രമിക്കാനുള്ള കാരണങ്ങൾ പല കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള ആക്രമണം നടക്കുമ്പോൾ വെനസ്വേലയിലേതുപോലെ തന്നെ എണ്ണ സമ്പുഷ്ടമാണ് ഇറാൻ എന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആണവ പദ്ധതികളാണ് ഇറാനെ സംബന്ധിച്ച് ആക്രമണത്തിന്റെ കാരണമായി ചൂണ്ടിക്കാട്ടിയത്. അങ്ങനെ ഈ നമ്മൾ കണ്ട ഓരോരോ രാഷ്ട്രങ്ങൾ, ഏതാണ്ട് 7 രാഷ്ട്രങ്ങളിലാണ് ഈ ഒരു വർഷം പിന്നിടുമ്പോൾ തന്നെ ട്രംപിന്റെ നേതൃത്വത്തിൽ അമേരിക്ക ആക്രമണം നടത്തുകയോ കടന്നാക്രമണം നടത്തുകയോ ഭരണകൂട സംവിധാനങ്ങളെ മാറ്റാനുള്ള ഇടപെടൽ നടത്തുകയോ ഒക്കെ ചെയ്തിരിക്കുന്നത്. അവിടങ്ങളിലൊക്കെ പല വിധത്തിലുള്ള താല്പര്യങ്ങളാണ് അമേരിക്കയെ നയിക്കുന്നതെന്ന് നമുക്ക് കാണാം. എന്തായാലും സൈനിക ഇടപെടലുകൾ കുറയ്ക്കുമെന്ന് പ്രഖ്യാപിച്ച ട്രംപ് ഭരണകൂടം യഥാർത്ഥത്തിൽ കൂടുതൽ രാജ്യങ്ങളിലേക്ക് സൈനിക ആധിപത്യം വ്യാപിപ്പിക്കുക എന്നതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനവും സമാധാന ശ്രമങ്ങൾക്കേറ്റ തിരിച്ചടിയുമാണ് ഇത് എന്ന് പറയാതെ വയ്യ. ഇന്ത്യക്ക് ഈ യുദ്ധം എങ്ങനെയൊക്കെ തിരിച്ചടിയാകുന്നുണ്ട് എന്നത് കൂടി നമ്മൾ പരിശോധിക്കണം. പശ്ചിമേഷ്യൻ സംഘർഷം നീണ്ടുപോകുന്നത് ഇന്ത്യയെ ഗുരുതരമായി തന്നെ ബാധിക്കും. ട്രംപ് ഇപ്പോൾ പറയുന്ന സമയപരിധി എന്ന് പറയുന്നത് ഏതാണ്ട് 1 മാസത്തോളം ഈ യുദ്ധം നീളും എന്നുള്ള സാഹചര്യമാണ്. അത് വലിയ രീതിയിൽ തന്നെ ഇന്ത്യയെ ബാധിക്കാൻ പോവുകയാണ്. എണ്ണ വില വർധനവിനൊപ്പം രാജ്യത്തെ കയറ്റുമതിയെയും സംഘർഷം ഗുരുതര പ്രതിസന്ധിയിലാക്കുമെന്നതാണ് മനസ്സിലാകുന്നത്. വലിയ യുദ്ധത്തിന്റെ വക്കിലെത്തിയിരിക്കുന്നു ലോകം. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സങ്കീർണവും ആശങ്കാജനകവുമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രധാനമന്ത്രി ഇസ്രയേൽ സന്ദർശനം പൂർത്തിയാക്കി ദിവസങ്ങൾക്കുള്ളിലാണ് ഇതൊരു യുദ്ധമായി തന്നെ മാറുന്നത്. ചർച്ചകളിലൂടെയും സമാധാനപരമായ പരിഹാരങ്ങളിലൂടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയൂ എന്നതാണ് ഇന്ത്യ ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന നിലപാട്. ഇത് ഇന്ത്യയെ ഏതൊക്കെ തരത്തിൽ ബാധിക്കുമെന്ന ബോധ്യത്തിൽ നിന്ന് തന്നെയാണ് ഈ പ്രശ്ന പരിഹാരത്തിനുള്ള നടപടികൾ ഇന്ത്യയെ സംബന്ധിച്ച് മുന്നോട്ട് വെക്കേണ്ടി വരുന്നത്. നമുക്കറിയാം, ഈ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് നമ്മളെ ഒരു തരത്തിലും ഇത് ബാധിക്കില്ല എന്ന് അഭിപ്രായപ്പെടുന്നവരൊക്കെ സമൂഹ മാധ്യമത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് താഴെയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വളരെ മോശമായി തന്നെ ലോകത്തെ ആകെ ഈ യുദ്ധം ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഗൾഫ് മേഖലയെ ആകെ ഇത് ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. അവിടങ്ങളിലുള്ള പ്രവാസികളെ ഇത് നേരിട്ട് ബാധിക്കും. അത് നമ്മളുടെ ഓരോ കുടുംബങ്ങളെയും ബാധിക്കുന്ന തരത്തിലേക്ക് ആശങ്കകൾ മാറുകയാണ്. അതിനു പുറമെ എണ്ണവില വർദ്ധിക്കും, സർവ്വസാധനങ്ങൾക്കും വില കൂടുന്ന സാഹചര്യമുണ്ടാകും, കയറ്റുമതിയെ ബാധിക്കും, സാമ്പത്തിക മേഖലയെ ആകെ ബാധിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കും. ഇതിൽ ഞങ്ങളുടെ പ്രതിനിധി അജയ് സുധ ബിജു തയ്യാറാക്കിയ ഒരു എക്സ്പ്ലെയിനർ കൂടി കാണാം. പ്രധാനമായിട്ടും ഈ ഹോർമുസ് കടലെടുക്ക് അത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. ഈ പ്രവാസികളെ സംബന്ധിച്ച ഒരു ഇഷ്യൂ അത് ഇന്ത്യ ആദ്യം മുതൽ തന്നെ ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതല്ലാതെ ഈ പ്രവാസികളെ സംബന്ധിച്ച് ആശങ്കയിലല്ലാതെ ഇന്ത്യയെ ഒരു ദീർഘകാലത്തേക്ക് സാമ്പത്തികമായി ഒരു പ്രതിസന്ധിയിലാക്കുന്ന ഒരു കാര്യം തന്നെയാണ് നിലവിൽ നടക്കുന്ന സംഘർഷങ്ങൾ. പ്രത്യേകിച്ച് ഹോർമുസ് കടലെടുക്കിൽ നടക്കുന്ന ആക്രമണങ്ങൾ. ഹോർമുസ് കടലെടുക്കിലുള്ള ഒരു സംഭവം അത് നമ്മൾ ഇന്നലെ അതിനെ പറ്റിയിട്ട് കൂടുതൽ വിശദാംശങ്ങൾ
നൽകിയിരുന്നു. അതായത് ഇതുവഴിയുള്ള ഒരു കപ്പൽ ഗതാഗതം നിലച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യയിലേക്കുള്ള ഒരു സാധനങ്ങളുടെ എക്സ്പോർട്ടിനെയും ഇന്ത്യയിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഒരു ഇമ്പോർട്ടിനെയും അത് സാരമായി തന്നെ ബാധിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ ഇതിൻ്റെ ഒരു പോയിന്റ്സ് നോക്കുകയാണെങ്കിൽ ഈ ഹോർമുസ് കടലിടുക്കിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുന്ന ഒരു സാധനങ്ങൾ അതിൽ ഏറ്റവും പ്രധാനം എണ്ണ തന്നെയാണ്. എണ്ണ ഒരു വലിയ ഒരു വിഭാഗമായിട്ടുള്ള സാധനങ്ങളാണ്. കഴിഞ്ഞ മാസങ്ങളിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്ത എണ്ണയുടെ ഏതാണ്ട് 50% ഈ ഹോർമുസ് കടലിടുക്ക് വഴിയാണ് വന്നിട്ടുള്ളത്. ഈ അറേബ്യൻ രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധി അത് ഒരു അസാമാന്യമായി ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കാനും അത് ഇന്ത്യയിലുള്ള പെട്രോളിയം വസ്തുക്കൾക്കുള്ള വിലയിൽ ഉൾപ്പെടെ സ്വാധീനം ചെലുത്താനും സാധ്യതയുണ്ട്. ഇപ്പോൾ ഇന്ന് രാവിലെയുള്ള സ്ഥിതിഗതികൾ നോക്കുകയാണെങ്കിൽ ഇന്ന് രാവിലെ ഏതാണ്ട് 10% വർധനവാണ് ആഗോളതലത്തിൽ തന്നെ ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായത്. പക്ഷേ ഇന്ത്യയിൽ നിലവിൽ വില ഇന്ത്യയിൽ അത് പ്രതിഫലിച്ചിട്ടില്ല. പക്ഷേ ഇത്തരത്തിൽ അനിയന്ത്രിതമായി കൂടുതൽ ഈ വിലവർധനവ് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് നമ്മുടെ രാജ്യത്തെ അടക്കം ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഇന്നത്തെ ഒരു സ്ഥിതി നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസമെല്ലാം ഞായറാഴ്ചയായിരുന്നു, ഈ മാർക്കറ്റ് തുറന്നിരുന്നില്ല. ഇന്ന് വീണ്ടും ഈ മാർക്കറ്റ് തുറന്ന ഘട്ടത്തിൽ ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ അത് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇനി നാളെ രാവിലെയൊക്കെ എത്തുമ്പോൾ ഇതിൻ്റെ ഒരു പൂർണ്ണ ചിത്രം നമുക്ക് കാണാൻ സാധിച്ചേക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല ഇന്ത്യയിൽ നിന്നുള്ള ഒരു കയറ്റുമതിയെയും ഇത് വലിയ തരത്തിൽ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതിയിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. കയറ്റുമതി നോക്കുകയാണെങ്കിൽ അതിൽ പ്രധാനമായിട്ടും ഈ അരി ഉൽപ്പന്നങ്ങൾ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. ബസുമതി അരിയുടെ കയറ്റുമതിയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഇന്ത്യ ഗൾഫ് രാജ്യങ്ങളിലേക്ക് അരി അത് വലിയ രീതിയിൽ കയറ്റുമതി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ബസുമതി അരിയുടെ 25% കയറ്റുമതി ചെയ്യുന്നത് ഇറാനിലേക്കാണ്. അതുപോലെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്കും ഇത്തരത്തിൽ കയറ്റുമതി നിലനിൽക്കുന്നുണ്ട് ഇന്ത്യയുടെ. അതുമാത്രമല്ല മറ്റ് ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഇന്ത്യ ഗൾഫ് രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നുണ്ട്. മറ്റ് ഈ പെട്രോളിയം റിഫൈനറി ഉൽപ്പന്നങ്ങൾ അത് കയറ്റി അയക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ ഉൽപ്പന്നങ്ങൾ അത് ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ടെക്സ്റ്റൈൽസ്, അതുപോലെ മറ്റ് കെമിക്കൽസ്, പിന്നെ എഞ്ചിനീയറിംഗ് ഗുഡ്സ്, പിന്നെ ആഭരണങ്ങൾ ഒരു വലിയ പങ്കാണ്. അത് UAE-യിലേക്ക് അടക്കം അജയ് വിശദീകരിക്കുന്നത് പോലെ തന്നെ കയറ്റുമതിയെ ബാധിക്കും, അങ്ങനെ സാമ്പത്തിക മേഖലയെ വലിയ രീതിയിൽ ബാധിക്കും. പിന്നെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്ന നമ്മുടെ ചൊല്ലുപോലെ എല്ലാത്തിൻ്റെയും വിലവർധനയ്ക്ക് ഒക്കെ വഴിവെക്കുന്ന സാഹചര്യം ഇതുമൂലം ഉണ്ടാകും എന്നതാണ്. അപ്പോൾ എവിടെ നടക്കുന്ന യുദ്ധമായാലും അത് ലോകത്തിന് നന്മയൊന്നും ബാക്കി വെക്കില്ല. അതുപോലെ തന്നെ നമുക്കും വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങളാകും ഇതുമൂലം നേരിടേണ്ടി വരിക എന്നതാണ് നമ്മുടെ അനുഭവവും കണക്കുകളും സാഹചര്യങ്ങളും വ്യക്തമാക്കുന്നത്. യുദ്ധവാർത്തകൾക്കിടയിൽ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ വാർത്തകളിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ മുൻപെടുത്ത നിലപാടിൽ മലക്കം മറിഞ്ഞിരിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. യുവതീ പ്രവേശന വിധിയെ എതിർക്കാനും ആചാരാനുഷ്ഠാനങ്ങളും പാരമ്പര്യവും സംരക്ഷിക്കണമെന്ന നിലപാട് സുപ്രീം കോടതിയിൽ സ്വീകരിക്കാനും ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുകയാണ്. ശബരിമലയിൽ ആചാരം സംരക്ഷിക്കണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയിൽ ആവശ്യപ്പെടും എന്ന് വ്യക്തമായിരിക്കുകയാണ്. യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച 2019 സത്യവാങ്മൂലം തിരുത്താനാണ് ബോർഡിന്റെ ഇന്ന് ചേർന്ന യോഗത്തിൽ ഉണ്ടായിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള തീരുമാനം എന്നതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഇത് വിശദമായി തന്നെ നമ്മൾ പരിശോധിച്ചാൽ ശബരിമലയിലെ യുവതീ പ്രവേശനത്തിന്റെ നിലപാടിൽ മലക്കം മറിഞ്ഞിരിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്നത് നമുക്ക് നിസ്സംശയം തന്നെ പറയാം. യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച നിലപാട് തിരുത്താനാണ് ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത്. 2019 ദേവസ്വം ബോർഡിന്റെ സത്യവാങ്മൂലം എന്ന് പറയുന്നത് സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്നത് ഇതിന് അനുകൂലമായിട്ടുള്ളതായിരുന്നു. അതായത് സുപ്രീം കോടതി സ്ത്രീ പ്രവേശനത്തിന് അനുകൂലമായി വിധി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അത് നടപ്പാക്കാൻ ബാധ്യസ്ഥരാണ് എന്നതായിരുന്നു ദേവസ്വം ബോർഡിന്റെ അന്നത്തെ നിലപാട്. അതുമായി ബന്ധപ്പെട്ടായിരുന്നു സത്യവാങ്മൂലം നൽകിയിരുന്നത്. അത് തിരുത്താൻ തീരുമാനമെടുത്തിരിക്കുന്നു ദേവസ്വം ബോർഡ് എന്നത് വ്യക്തമാകുന്നു. ശബരിമലയിൽ ആചാരം സംരക്ഷിക്കണം എന്നതാണ് ദേവസ്വം ബോർഡിന്റെ പുതിയ നിലപാട്. മാർച്ച് 15-നകം ബന്ധപ്പെട്ട കക്ഷികളോടെല്ലാം ഈ വിഷയത്തിൽ എന്താണ് നിലപാട് എന്നത് അറിയിക്കാൻ സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരുന്നു. അന്ന് തന്നെ നമുക്ക് വ്യക്തമായിരുന്നു ഇതിൽ സർക്കാരിന് ഒപ്പം തന്നെ ദേവസ്വം ബോർഡിന് നിലപാട് വ്യക്തമാക്കേണ്ടി വരുമെന്ന്. ആ നിലപാടിൽ ഇന്ന് കൂടിയാലോചനകൾക്ക് ശേഷം ദേവസ്വം ബോർഡ് വ്യക്തത വരുത്തിയിരിക്കുന്നു എന്നതാണ് സാഹചര്യം.
ഈ സാഹചര്യത്തിൽ സുപ്രീം കോടതിയെ ബോർഡ് അറിയിക്കാൻ പോകുന്നത് യുവതീ പ്രവേശനം വേണ്ട എന്നതാണ്. അതായത് ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്നതാണ്. ഇന്നത്തെ യോഗത്തിലാണ് അത്തരമൊരു സുപ്രധാനമായിട്ടുള്ള തീരുമാനമുണ്ടായിരിക്കുന്നത്. വിശ്വാസികളൊപ്പം നിൽക്കുന്ന നിലപാട് സ്വീകരിച്ചാൽ മതി എന്നതാണ് ഇന്ന് ചേർന്ന ദേവസ്വം ബോർഡ് യോഗത്തിലുണ്ടായിട്ടുള്ള തീരുമാനം. 2018 യുവതീ പ്രവേശന വിധിയെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പിന്തുണയ്ക്കില്ല എന്നതും തീരുമാനമായിരിക്കുന്നു. ഈ തീരുമാനം സുപ്രീം കോടതിയെ ദേവസ്വം ബോർഡ് സത്യവാങ്മൂലത്തിലൂടെ അറിയിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സുപ്രീം കോടതിയുടെ ഉത്തരവിനെ എതിർക്കുക എന്നത് തന്നെയാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ ഈ യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കി. കാലാകാലങ്ങളായി നിലവിലുണ്ടായിരുന്ന സ്ത്രീ പ്രവേശനത്തെ സംബന്ധിച്ച ആചാരങ്ങൾ നിലനിർത്തുക എന്നതാണ് ബോർഡിന്റെ അഭിപ്രായം എന്നതാണ് അദ്ദേഹം പറയുന്നത്. അത് സുപ്രീം കോടതിയെ അറിയിക്കാൻ ബന്ധപ്പെട്ടവരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നതും അദ്ദേഹം വ്യക്തമാക്കി. ശബരിമലയിലെ യുവതീ പ്രവേശനത്തിനെ സംബന്ധിച്ചിടത്തോളം ബോർഡ് ചർച്ച ചെയ്തു. ബോർഡിന് ഇതിനകത്ത് ആശയക്കുഴപ്പമൊന്നും തന്നെ ഇല്ല. നമ്മുടെ ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രൂപീകരിച്ചിരിക്കുന്നതും ആ നിയമം അനുസരിച്ചും ക്ഷേത്രങ്ങളെയും ക്ഷേത്രാചാരങ്ങളെയും പരിരക്ഷിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് സുപ്രീം കോടതിയിൽ നിലവിലുള്ള ആ ഉത്തരവിന് കണ്ടസ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ തീരുമാനം. അവിടെ കാലാകാലങ്ങളിലായിട്ട് നിലവിൽ നിന്ന് സ്ത്രീ പ്രവേശനത്തെ സംബന്ധിക്കുന്ന ആചാരങ്ങൾ നിലനിർത്തുക എന്നുള്ളതാണ് ബോർഡിന്റെ സുചിന്തിതമായ അഭിപ്രായം. അത് കോടതിയെ അറിയിക്കാൻ മാർച്ച് 14 മുമ്പ് അറിയിക്കണം. അത് അറിയിക്കാൻ നമ്മളെ ബന്ധപ്പെട്ടവരെ ചുമതലപ്പെടുത്താൻ തീരുമാനിച്ചു. അതിനുള്ള റെസൊല്യൂഷനും എടുത്തിട്ടുണ്ട്. 2 റെസൊല്യൂഷനും ഇന്ന് ബോർഡ് എടുക്കുകയാണ്. അപ്പോൾ അദ്ദേഹം വിശദീകരിക്കുന്നു. ആചാര സംരക്ഷണം തന്നെയാണ് ദേവസ്വം ബോർഡിന്റെ നിലപാടെന്നത്. ദേവസ്വം ബോർഡ് രൂപീകരിച്ചത് മുതൽ തന്നെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ബോർഡ് മുന്നോട്ട് പോയിട്ടുള്ളത് എന്നതാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ യുവതീ പ്രവേശനം സംബന്ധിച്ച് ദേവസ്വം ബോർഡിന് മുൻപേ മുതൽ ഇതേ നിലപാടാണ് ഉണ്ടായിരുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ്. എന്തായാലും യുവതീ പ്രവേശന വിധി പുനഃപരിശോധിക്കേണ്ട ആവശ്യമില്ല എന്നതായിരുന്നു 2020 സുപ്രീം കോടതി വിധി പുനഃപരിശോധിക്കാനുള്ള ഹർജി പരിഗണിക്കുമ്പോൾ ദേവസ്വം ബോർഡിന്റെ അഭിഭാഷകൻ സ്വീകരിച്ച നിലപാട്. അതിനെ സാധൂകരിക്കുന്ന വാദങ്ങൾ അന്ന് നിരത്തിയിരുന്നു. എന്നാൽ അതിൽ നിന്നൊക്കെ മലക്കം മറിയുന്ന നിലപാടാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് സ്വീകരിക്കുന്നത്. അത് ഈ സർക്കാരിന്റെ നിലപാടിൽ വന്നിട്ടുള്ള മാറ്റം കൂടിയാണ്. ഇനി ഔദ്യോഗികമായി സർക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമലയിലെ യുവതീ പ്രവേശന വിഷയത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ എടുക്കുന്ന നിലപാടുകൾ വലിയ ചർച്ചയാകും. അത് ഒരു പ്രചരണ വിഷയം തന്നെയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും അവിടെ സർക്കാരും നിലപാട് മാറ്റുന്നതിന്റെ ആദ്യപടിയാണോ ദേവസ്വം ബോർഡിന്റെ ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന നിലപാട് എന്നത് വലിയ കൗതുകമുണർത്തുന്നതാണ്. എന്തായാലും വിധി പുനഃപരിശോധിക്കണം എന്നതിലേക്കാണ് ദേവസ്വം ബോർഡിന്റെ പുതിയ നിലപാട് നീങ്ങുന്നത്. ഭക്തിസാന്ദ്രമാണ് തിരുവനന്തപുരം എന്ന് തന്നെ പറയാം. തലസ്ഥാന നഗരം ആറ്റുകാൽ പൊങ്കാലയ്ക്കായി ഒരുങ്ങിയിരിക്കുകയാണ്. നാളെയാണ് പ്രശസ്തമായ ആറ്റുകാൽ പൊങ്കാല നടക്കുക. ലക്ഷക്കണക്കിന് സ്ത്രീകൾ പങ്കാളികളാകുന്ന ആറ്റുകാൽ പൊങ്കാല ചടങ്ങിന് മണിക്കൂറുകൾ മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. നാളെ രാവിലെ 9:45 പണ്ടാരടുപ്പിലേക്ക് തീ പകരുക. ഉച്ചയ്ക്ക് 2:15 പൊങ്കാല നിവേദ്യം. വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ വിപുലമായ സൗകര്യങ്ങളാണ് പൊങ്കാലയ്ക്കായി ഏർപ്പെടുത്തിയിട്ടുള്ളതെന്നത് ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട്. പൊങ്കാലയോടനുബന്ധിച്ച് നാളെ തിരുവനന്തപുരം ജില്ലയിൽ പ്രാദേശിക അവധിയാണ്. ഇന്ന് ഉച്ച മുതൽ നഗരത്തിൽ വലിയ രീതിയിലുള്ള ഗതാഗത നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പൊങ്കാലയ്ക്കായി ക്ഷേത്രവും പരിസരവും ഒക്കെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ പ്രതിനിധികൾ അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. നവമി ദിനേശ് അവിടെ നിന്ന് ചേരുകയാണ്. നവമി, എല്ലാവിധത്തിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. ഭക്തരുടെ ഒരുക്ക് ആ അമ്പലത്തിലേക്ക് തുടങ്ങിയിരിക്കുകയാണ്. നമുക്കറിയാം, ഏറ്റവും തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സന്ധ്യാ സമയം എന്നതാണ് ഈ പൊങ്കാലയ്ക്ക് തൊട്ട് മുൻപുള്ള ദിവസത്തെ സാഹചര്യം. അപ്പോൾ ദർശനത്തിനായുള്ള ഒഴുക്ക് തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണോ? രേണുക, നമുക്ക് ഈ തിരുവോണത്തിന്റെ തലേന്ന് ഉത്രാടപ്പാച്ചിൽ എന്ന് പറയില്ലേ, അത് വലിയ തിരക്കായിരിക്കും. അതേപോലെ തന്നെയാണ് നാളെ പൊങ്കാലയ്ക്ക് തലേ ദിവസമുള്ള ഒരു പാച്ചിൽ. അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഞാനിപ്പോൾ ഉള്ളത് പാളയ മാർക്കറ്റിലാണ്. ഇവിടെ കച്ചവടം പൊടിക്കുകയാണ്. അവസാനവട്ട സാധനങ്ങളെല്ലാം വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ആളുകൾ ഇങ്ങോട്ടേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചേച്ചി, സാധനങ്ങൾ
എല്ലാം മേടിച്ചോ? മേടിച്ചോണ്ടിരിക്കുന്നു. പൊങ്കാലയ്ക്കുള്ള സാധനങ്ങൾ മേടിച്ചു, എല്ലാം വാങ്ങിച്ച് ഇനി പൂ മേടിക്കാൻ മേടിക്കാൻ വേണ്ടി വന്നു. എത്ര വർഷമായി പൊങ്കാല ഇടുന്നത്? ഇത് രണ്ടാമത്തെ പ്രാവശ്യം. തിരുവനന്തപുരം എവിടെയാ? കൊല്ലം. കൊല്ലത്തുനിന്ന് വന്നതാണ്. ഇന്ന് രാവിലെ എത്തി? ഇല്ല, ഇപ്പൊ വന്നേ ഉള്ളു. വരുന്ന വഴിയാണ്. എവിടെയാ പൊങ്കാല ഇടുന്നത്? ഇവിടെ അടുത്ത് തന്നെയാണോ? കോളേജില്, യൂണിവേഴ്സിറ്റിയില്. യൂണിവേഴ്സിറ്റിയുടെ അടുത്ത്. ഓക്കെ, അങ്ങനെ കൊല്ലത്തുനിന്ന് വന്നവരാണ്. ഇത് ഇവിടെയൊക്കെ ചേച്ചിമാർ എങ്ങനെയുണ്ട് ചേച്ചി? കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? കച്ചവടം മോശം. മോശമാണോ? അതെന്ത് പറ്റി? പോയി. ചേച്ചിക്ക് ഭയങ്കര നാടാട്ടോ സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ മാത്രമല്ല, രേണുക എന്നോടൊപ്പം നിലിനയും കൂടി ചേരുന്നുണ്ട്. നമ്മുടെ ന്യൂസ് 18 റിപ്പോർട്ടറാണ്. നിലിനയ്ക്കും നിലിനയുടെ ആദ്യത്തെ പൊങ്കാല റിപ്പോർട്ടിംഗ് ആണല്ലേ നില? എങ്ങനെയുണ്ട് ഈ തിരുവനന്തപുരത്ത് വന്ന് ഈ പൊങ്കാലയുടെ ഈ ഒരു വൈബൊക്കെ കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു? ഇപ്പോഴേ ഭയങ്കര നമുക്കറിയാം, ഒരു ജനലക്ഷങ്ങൾ ഒന്നുകൂടുന്നതാണ്. ഇപ്പോഴത്തെ ഈ തിരക്ക് കാണുന്ന സമയത്ത് പറഞ്ഞ പോലെ തന്നെ ഒരു ഉത്രാടപ്പാച്ചിൽ പോലെ തന്നെ അതിനേക്കാൾ കൂടുതൽ തിരക്കാണെന്ന് തോന്നുന്നു. നാളത്തെ ഒരുക്കങ്ങൾ മുഴുവനാക്കാൻ വേണ്ടി എല്ലാ ഇലയുണ്ടോ, പൂവുണ്ടോ, കലമുണ്ടോ, അങ്ങനെ എല്ലാ കച്ചവടമൊക്കെ പൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആകെ മൊത്തത്തിലൊരു തിരക്കാണ് നമുക്ക് ഇപ്പൊ ഇവിടെ തന്നെ കാണാൻ വേണ്ടി പറ്റുന്നത്. കടക്കാർക്കൊക്കെ എന്തോന്ന് ഏറ്റവും കൂടുതൽ സന്തോഷമായിരിക്കുന്നത്. കച്ചവടം തന്നെ. നമുക്ക് അവിടെ ചോദിക്കാം. അവിടെ കുറച്ച് ആൾക്കാർ ഈ നമ്മളെ ഈ പടുക്ക വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി വന്നതാണ്. മേടിച്ചോ? എല്ലാം മേടിച്ചോ? അവസാനത്തെ സാധനങ്ങൾ വാങ്ങുന്നതിനാണല്ലേ? ചേച്ചി എങ്ങനെയാണ് കച്ചവടം? അടിപൊളിയല്ലേ? അടിപൊളിയായിട്ട് പോണുണ്ട്. ഉഷാറാണ്. ഒരു ഉത്സവമാണോ? ഉത്സവമാണ്. എത്ര നാളായി പൊങ്കാല ഇടുന്നുണ്ട്? കുറച്ചു നാളായി, നാളിന് ശേഷം വന്നതാ. എങ്ങനെയുണ്ട്? നല്ല തിരക്കാണ്. അതെ, നല്ല തിരക്കാണ്, നല്ല ചൂടുണ്ട്. അതെ, നാളെ എവിടെയാ പൊങ്കാല ഇടുന്നത്? ഇപ്പോ നാളെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ഇടുന്നു. തിരുവനന്തപുരം വഴുതക്കാട് തന്നെ വീട്. അപ്പൊ എളുപ്പമാണ്. അതെ. അങ്ങനെ വീട്ടിന്റെ അടുത്ത് പൊങ്കാല ഇടുന്ന ആൾക്കാരുണ്ട്, ദൂരദേശത്തുനിന്ന് വന്നവരുണ്ട്. രാവിലെ നമ്മൾ ആറ്റുകാൽ ക്ഷേത്രത്തിൽ പോയിരുന്നു. വലിയ തിരക്കാണ് രേണുക. കഴിഞ്ഞ തവണത്തെക്കാളും ഇരട്ടിയാണ് ആളുകൾ എന്നാണ് അവിടെ ഉള്ളവർ പറയുന്നത്. കാരണം ഓരോ വർഷവും കഴിയുന്നവരും നമുക്കറിയാം ആറ്റുകാൽ ദേവിയുടെ സന്നിധിയിലെത്തി പൊങ്കാല ഇടുന്നവരുടെ എണ്ണം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊക്കെ അത്രമാത്രം അവരുടെ ആഗ്രഹമാണ്, അവരുടെ സ്വപ്നങ്ങളാണ് സഫലമാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഉറപ്പായിട്ടും അവർ വന്ന് പൊങ്കാല ഇടുന്നത്. നമ്മളോടൊപ്പം വേറൊരാളോട് ചേരുന്നുണ്ട്. ചേച്ചി, ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞോ? എല്ലാ ഒരുക്കവും കഴിഞ്ഞു, നന്നായിട്ട് പോകുന്നുണ്ട്. എല്ലാ വർഷത്തെയും പോലെ. എല്ലാ വർഷത്തെയും. എത്ര വർഷമായി പൊങ്കാല ഇടുന്നത്? 3-4 വർഷമായിട്ട് ഇടാറുണ്ട്. അത്രയേറെ വിശ്വാസമാണ്. അങ്ങനെ ഒരുപാട് പേര് ഇതുണ്ട്, ഭയങ്കര വിശ്വാസത്തിൽ ഇവിടെ വന്ന് പൊങ്കാല ഇടുന്നവര്. എങ്ങനെയുണ്ട് ഇവിടത്തെ ഒരു ഈ ഓരോ തവണയും ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുമ്പോൾ അത്രയേറെ പ്രാധാന്യമുള്ളതാണ് ആളുകൾക്ക്. ലക്ഷക്കണക്കിന് ആളുകൾ വരുന്നുണ്ട്. ഇവിടുത്തെ സുരക്ഷയൊക്കെ ഏത് വിധത്തിലാണ്? നല്ല രീതിയിലുള്ള സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. വലിയൊരു പോലീസ് സന്നാഹം തന്നെ എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റും. തിരുവനന്തപുരം ജില്ല മൊത്തത്തിൽ നാളെ ഒരു യാഗപുരി ആവുന്ന സമയത്ത് തിരുവനന്തപുരം ജില്ല കുടിവെള്ളത്തിനായിക്കോട്ടെ, ഭക്ഷണത്തിനായിക്കോട്ടെ, എല്ലാ സംവിധാനങ്ങളും ഓൾറെഡി ഇവിടെ തയ്യാറായിരിക്കുവാണ്. നാളെ അവരുടെ ഭക്തരുടെ ഒരു വർഷത്തെ ഒരു ആഗ്രഹ സബലീകരണം മാത്രം ഇനി നടന്നാൽ മതി. ബാക്കി എല്ലാ ഒരുക്കങ്ങളും എല്ലാ നിലയിലും പൂർണ്ണമായിരിക്കുകയാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണത്തെക്കാളും ഇത്തവണ ഈ ഡ്രോൺ നിരീക്ഷണമുണ്ട് അല്ലെ? പോലീസിന്റെ തിരക്കൊക്കെ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഡ്രോൺ നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട്. ഇപ്പം സാഹചര്യങ്ങൾ ഒന്നുകൂടി കൂടി, ജനലക്ഷങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ ലോക റെക്കോർഡുകൾ വരെ കിട്ടുന്ന സമയത്ത് തിരക്കുകൾ സാധാരണ നിലയിൽ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ ഡ്രോണുകളാവുമ്പോൾ നമുക്ക് ഒന്നുകൂടി നല്ല രീതിയിൽ നിരീക്ഷിക്കാൻ ഒരു പൂർണ്ണമായ ഒരു വലിയൊരു ഏരിയയുടെ വ്യൂ മൊത്തത്തിൽ കിട്ടുമ്പോൾ ഒന്നുകൂടി അത് സുരക്ഷാ സംവിധാനങ്ങൾ കൂട്ടുകയാണ് ചെയ്യുന്നത്. അത് തന്നെയാണ് നില്ല പറഞ്ഞതുപോലെ തന്നെ അത്രയേറെ ആളുകളാണ് വരുന്നത്. പോലീസിന്റെ ഏതെങ്കിലും ഒരു കണ്ണെത്താത്തിടത്ത് അവിടെ ഡ്രോൺ കൊണ്ട് നിരീക്ഷിച്ച് നല്ല കൃത്യമായിട്ടുള്ള ഒരു പരിശോധന തന്നെയാണ്. ഇവിടെ കലമൊക്കെ ചോരുന്നുണ്ടോ എന്നൊക്കെ നോക്കി കൃത്യമായിട്ട് വാങ്ങുന്നുണ്ട്. എത്ര വർഷമായി പൊങ്കാല ഇടുന്നുണ്ട്? ഇല്ല, ഒന്നും പറയാനില്ല. പറയൂ. എത്ര വർഷമായി പൊങ്കാല ഇടുന്നുണ്ട്? രണ്ടാമത്തെ വിശ്വാസമാണല്ലേ? അതെ. ഈ ഒരു സമയം അതെ. ആണ് മേടിച്ച്. ഇനിയിപ്പോ എന്താ മേടിക്കാനുള്ളത്? ഇല്ല, ഇത് മാത്രമേ ഉള്ളൂ. എവിടെ ഇടുന്ന? അടുത്ത് തന്നെയാണോ? ബേക്കറി ജംഗ്ഷൻ. പിന്നെ എല്ലാം ഇവിടെ റെഡിയാണ്. നമ്മൾ ഈ പൊങ്കാല ഇടണം എന്ന് ആഗ്രഹമുള്ളവർ നേരെ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി, ഇവിടെ നഗരത്തിലേക്ക് വന്നാൽ മതി. ഇതിന്റെ ഓരോ മുക്കിലും മൂലയിലും സാധനങ്ങളെല്ലാം തയ്യാറാണ്. ഈ പൊങ്കാലയ്ക്ക് ഇടേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇവിടെ കരിക്ക് ഒക്കെ വിൽക്കുന്ന ചേട്ടന്മാരുണ്ട്. ചേട്ടാ, നല്ല വെയിലാണ്, പൊരിഞ്ഞ വെയിലാണ്. ക്ഷീണിച്ചു വരുന്നവർക്ക് കരിക്ക്. അതെ, കരിക്ക് കൊടുക്കുന്നതായിരിക്കും ഇവിടെ. പിന്നെ 50 രൂപയുള്ളൂ, വിലയൊന്നും കൂട്ടിയിട്ടില്ല. അതെ, നല്ല കരിക്കുണ്ട്. ആർക്കാണ് നാടൻ കരിക്കാണ്, ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. എത്ര പേര് വന്നാലും ഉള്ളു സാധനം ഇഷ്ടം പോലെ. തിരുവനന്തപുരംകാരെ സംബന്ധിച്ച് വലിയൊരു ആഘോഷമാണ്. ഇവരെല്ലാം വരവേൽക്കുന്നതിനായിട്ടുള്ള ഒരു ഒരുക്കം കൂടിയാണ്. അതെ, തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഇത്ര കൂടുതൽ ഇറക്കി വെച്ചിരിക്കുന്നത്. ആൾക്കാർ വരണം. കണ്ട എങ്ങനെയുണ്ട് ഇത്തവണ? കുഴപ്പമില്ല, നല്ല കച്ചവടമാണ്.
നല്ല കച്ചവടമുണ്ട്, എല്ലാവർക്കും നല്ല കച്ചവടമാണ് ഉള്ളത്. ദേ ഇവിടെ ചൂട്ടും കൊതുമ്പും ഒക്കെ ഉണ്ട്. ചേട്ടാ എങ്ങനെയാ ഒരു 80 രൂപ ഒരു പിടി 80 രൂപ വില കൂടിയിട്ടൊന്നുമില്ല? ഇല്ല പണ്ട് ഇന്ന് കഴിഞ്ഞ കൊല്ലം 70 രൂപയ്ക്ക് 80 രൂപ എന്തിനാ കൊടുത്തത്, ഈ കൊല്ലം 80 രൂപ തന്നെ. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? നന്നായിട്ട് പോകുന്നു. അടിപൊളി. നല്ല കത്തിയുണ്ട് ഇവിടെ, കത്തിയുണ്ട്. പൊങ്കാല കത്തിയാണ്, പൊങ്കാലയ്ക്ക് വേണ്ടി ഉണ്ടാക്കണ കത്തിയാണ്. വൃത്തി, മീനൊന്നും അറുത്തിട്ടില്ല, മട്ടന് ചിക്കൻ മാംസമൊന്നും അറുത്തിട്ടില്ല. ഇത് പൊങ്കാലയ്ക്ക് വേണ്ടി മാത്രം ശർക്കര തേങ്ങ എല്ലാം അരിയാനുള്ള കത്തിയാണ്. പൊങ്കാലയ്ക്ക് വേണ്ടി അറക്കുന്നതിന് വേണ്ടി മാത്രമുള്ള കത്തികളുണ്ട്, മറ്റേ തോർത്തുണ്ട്, അങ്ങനെ എല്ലാ സാധനങ്ങളും പൊങ്കാല ഇടാൻ ആഗ്രഹിക്കുന്നവര് ഇവിടേക്ക് നേരെ വന്നാൽ മതി. എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് തന്നെ ലഭിക്കുന്നത്. കുട്ടികളൊക്കെ വലിയ ആഘോഷത്തിലാണ്. ഇതൊക്കെയാണ് നമ്മുടെ കാഴ്ചയ്ക്ക് ഭയങ്കര കൗതുകമായിട്ട് തോന്നുന്നത്. നമുക്ക് ഭയങ്കര സന്തോഷം തരുന്നു. ഹായ്, പേരെന്താ? വേദ. വേദയുടെ വീട് എവിടെയാ? ആണോ? നാളെ പൊങ്കാല ഇടുന്നുണ്ടോ? ആണോ? എന്നെ സാധനങ്ങളൊക്കെ മേടിച്ചോ? അവരുടെ അമ്മയുടെ കൂടെയാണോ വന്നേ? മോളെ പേരെന്താ? പ്രാർത്ഥന. പൊങ്കാല ഇടുന്നുണ്ടോ നാളെ? ആദ്യമായിട്ടാണോ പൊങ്കാല ഇടുന്നത്? ആണോ? ആണ്. ഏതായാലും പൊങ്കാല വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. ഇത് തന്നെയാണ് അതെ നവമി, പൊങ്കാല വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും അവസാനവട്ട പർച്ചേസിങ്ങിലാണ്. സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള തിരക്കിലാണ്. അതിനുശേഷം ഇനി അവസാനവട്ട ഒരു ദർശനമുണ്ട്, അതിനുള്ള ഓട്ടമുണ്ട്. അങ്ങനെ എല്ലാ വിധത്തിലും ഒരുങ്ങിയിരിക്കുകയാണ്. ഇനി പ്രാർത്ഥനയുടെ സമയമാണ്. അങ്ങനെ ഒരു കാത്തിരിപ്പിന്റെ സമയമാണ്. മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമാണ്. നവമി, ദിനേശും നിലീനയുമാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങളൊക്കെ നൽകിയത്. നമ്മുടെ സമയം അവസാനിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6 കാണാം. എല്ലാ പ്രേക്ഷകർക്കും നന്ദി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.